നമഃശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവോർധരാഭ്യാം നഗേന്ദ്രകന്യാവൃഷകേതനാഭ്യാം നമോ നമ ശങ്കരപാർവതിഭ്യാം. ബഹുമാന്യരായ എല്ലാ നേര പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ പ്രതിപാദ്യ വിഷയം 1199 ആണ്ട് മേടമാസത്തിലെ വിഷുസംക്രമ ഫലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കലാണ്. അത് AD 2024 ആ വർഷത്തേക്കുള്ളതായ ഫലങ്ങളെ ആണ് ഇത് ദ്യോതിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ വിഷുഫലത്തിൽ ഓരോ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ളതായ ഫലങ്ങളെ പ്രതിപാദിക്കുകയാണ്. ആദ്യം അശ്വതി നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തിൽ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആണുങ്ങൾ പൊതുവേ അമ്മയുടെ ആൺമക്കളിൽ മൂത്ത ആളായിരിക്കും. ബുദ്ധി, സൗന്ദര്യം, ദീർഘായുസ്, ശാന്തത ഇവ ഉള്ള ആളായിരിക്കും. ചില കാര്യങ്ങളിൽ അയാൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടാവും. അത് കാരണം കുടുംബത്തിൻ്റെ അപ്രീതിക്ക് പാത്രീഭൂതനാകുക എന്നുള്ളതാണ്. പെട്ടെന്ന് സന്തോഷിക്കുകയും പെട്ടെന്ന് ദുഃഖിക്കുകയും ചെയ്യുന്ന ഇവരുടെ ഒരു സ്വഭാവമാണ്. ചഞ്ചലചിത്തരായിരിക്കും. ഇവർക്ക് ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് സ്വന്തമായിട്ട് വരാം, മറ്റാരുടെയെങ്കിലും ഒരു പ്രേരണ ഉണ്ടെങ്കിലേ അത് ആകത്തുള്ളൂ. സഞ്ചാരപ്രിയരാണ്. അതുപോലെ തന്നെ സന്ധി സംബന്ധമായിരിക്കുന്ന രോഗങ്ങൾ ഇവരെ ബാധിക്കുന്ന സാധ്യതയുണ്ട്. സ്വപ്രയത്നം കൊണ്ട് ഇവർ ഉയരുന്നതും, വിശേഷിച്ച് 23 വയസ്സ് മുതൽ മുകളിൽ അങ്ങോട്ട് സ്വപ്രയത്നം വരികയും 29 വയസ്സിന് ശേഷം നന്നാവുകയും വിവാഹാനന്തരം അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ നക്ഷത്രക്കാർ. വരവറിയാതെ ചെലവ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. പിതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അനുഭവമില്ലായ്മ ഇവയെല്ലാം ഈ നക്ഷത്രക്കാർ ഏറ്റക്കുറച്ചിലൂടെ അനുഭവിക്കുന്നവരായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാകട്ടെ പൊതുവെ ഉത്തമ സ്വഭാവത്തോടു കൂടിയവരും ഭക്തിയും അതുപോലെ തന്നെ കുടുംബസ്നേഹം മുതലായ ഗുണങ്ങൾ ഉള്ളവരും ആയിരിക്കും. വിഷുഫലത്തിൽ അന്ത്യശക്ത നക്ഷത്രമാകിയാൽ അവരുടെ ജന്മവ്യാഴം മാറുകയും ശനി പകരുന്നതിന് മുമ്പുള്ളതായ കാലത്ത് ഉദ്ദിഷ്ടകാര്യ ലബ്ധി, ഉദ്യോഗക്കയറ്റം, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത ഉണ്ടാകുക, വിവാഹലബ്ധി ഉണ്ടാവുക, വ്യവഹാര വിജയം ഉണ്ടാകുക, സുർബന്ധം പുനഃസ്ഥാപിക്കുക മുതലായ ഗുണഫലങ്ങൾ ഇവർക്ക് സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യത ഉള്ളതുകൊണ്ട് ഏഴശനി തുടങ്ങുന്ന കാലം ആകയാൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദോഷപരിഹാരമായി ഇവരുടെ നക്ഷത്രം തോറും വനദുർഗാ മന്ത്രം കൊണ്ട് താമരപ്പൂവ് തേനിൽ മുക്കി ആ മന്ത്രം കൊണ്ട് അർച്ചിച്ചാൽ അതിന് സമാധാനമാകും എന്ന് കാണുന്നു. വിഷുഫലത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മേടക്കൂറിൽ ജനിക്കുക സ്വതവേ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നവരും ശുദ്ധഹൃദയരും സത്യത്തിനു വേണ്ടി വാദിക്കുന്നവരും സ്വാർത്ഥതൽപരരും വിനയം, ബുദ്ധി, അഭിമാനം, ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത പ്രകൃതം, നിശ്ചയദാർഢ്യം മുതലായവ ഈ നക്ഷത്രക്കാരിൽ പ്രകടമാണ്. ഇവർ ശരിക്കും പറയാം മറ്റുള്ളവർ പറയുന്നതൊക്കെ കേൾക്കുമെങ്കിലും അവർ ചെയ്യുന്നത് അവരുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളെ പ്രവർത്തിക്കത്തുള്ളൂ. മറ്റുള്ളവർ പറയും, അത് കേൾക്കും, പക്ഷേ ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും. ഇവരുടെ രാശ്യാധിപനായിരിക്കുന്ന ഗ്രഹം കുജനും നക്ഷത്രാധിപൻ ശുക്രനുമാണ്. ഈ നക്ഷത്രക്കാരിൽ ചിലരിൽ കൂടുതൽ കാമാസക്തി ഉള്ള ആൾക്കാരും സഹോദര ഗുണവും ദീർഘായുസ്സും ഇവർക്ക് അനുഭവമാകാം. വിഷുഫലമനുസരിച്ച് ഈ വർഷം ഇവർക്ക് അനുകൂലമായ കാലമാണ്. ഇപ്പോൾ ജന്മവ്യാഴം മാറും. ആ ജന്മവ്യാഴം മാറുകയും പിന്നെ ഏഴശനി വരുന്നതിന് താമസം ഉണ്ടാവും. എന്നിരുന്നാലും സ്വതവേ നമ്മൾ നോക്കുമ്പോൾ സാമ്പത്തികമായ വ്യാഴമാറ്റം കൊണ്ട് സാമ്പത്തികമായ നേട്ടവും അതോടൊപ്പം തന്നെ ഇവരുടെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുക, ഔദ്യോഗിക തലത്തിൽ ബഹുമാനം ഉണ്ടാകുക, നേതൃത്വത്തിലേക്ക് എത്തപ്പെടുക, മേലധികാരികളുടെ പ്രീതി ഉണ്ടാകുവാനും പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങുവാനും അധികാരപ്രാപ്തിയും സ്ത്രീസുഖം ലഭിക്കുന്നതിനും വിവാഹം ഒക്കെ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ വിവാഹം നടക്കാനുള്ളതായ സാഹചര്യവും കാണും. ഈ ഏഴശനി തുടങ്ങുന്നതായിരിക്കുന്ന കാലം ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ടെങ്കിലും ഈശ്വരഭജനം കൊണ്ട് അതിനെ അതിജീവിക്കാവുന്നതാണ്. ഇത് അന്ത്യശക്ക നക്ഷത്രമാകിയാൽ വാഹനയാത്രയും കൊടുക്കൽ വാങ്ങലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവിൽ കുടുംബസൗഖ്യം കുറയുമെങ്കിലും ചർച്ചയിലൂടെ അത് പരിഹരിക്കപ്പെടാവുന്നതാണ്.
ദാമ്പത്യ വിഷയത്തിൽ വിഷമതകൾ ഉണ്ടാവുമെങ്കിലും അത് ഇണയുമായിട്ട് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത് ആ ദോഷത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഈ കാലത്തിൻ്റെ ഇവരെ ദോഷപരിഹാരമായിട്ട് ഈ കാലയളവിൽ ഭദ്രകാളി പ്രധാനമായിരിക്കുന്ന കർമ്മങ്ങൾ, ദേവിക്ക് കടുംബായസം, വിളക്ക്, മാല, അതുപോലെ തന്നെ അർച്ചന, പിന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുക, അല്ലെങ്കിൽ ഭദ്രകാളി മന്ത്രം ജപിച്ച് അർച്ചന കഴിക്കുക, അല്ലെങ്കിൽ ഭദ്രകാളി അഷ്ടകം ജപിക്കുക. അതൊക്കെ ദോഷ പരിഹാരത്തിന് സാധ്യതയുണ്ടാവുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക ഈ നക്ഷത്രക്കാർ മേടക്കൂറിലും ഇടവക്കൂറിലും ബന്ധപ്പെടുന്നവരാണ്. അപ്പോൾ പൊതുവേ ഈ നക്ഷത്രക്കാർ സൗന്ദര്യമുള്ളവരും ശാന്തമായ മുഖഭാവം, വിനിഗ്ധമായ പെരുമാറ്റം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വപ്രയത്നം കൊണ്ട് വിജയം വരിക്കുന്ന ആൾക്കാരും, അതോടൊപ്പം തന്നെ വിവാഹാനന്തരം ജീവിതം അഭൂർത്തിപ്പെടുന്നവരും ആയിരിക്കും. 30 വയസ്സിന് ശേഷമാണ് ഇവർക്ക് അഭൂർത്തി ഉണ്ടാകുക. സംസാരപ്രിയരും ക്ലേശങ്ങൾ സഹിക്കാനും ആന്തരിക ശക്തി കുറഞ്ഞവരും ധാരാളം സ്നേഹിതർ ഉള്ളവരും, അതേപോലെ തന്നെ സ്നേഹിതന്മാരിൽ നിന്നും ചതി പറ്റുവാനും നല്ല കളത്ര സന്താനയോഗം ഉണ്ടാകുവാനും മറ്റും ഫലമുള്ളവരാണ്. ഈ നക്ഷത്ര ജാതകളിൽ പൊതുവേ കാണാം. കാർത്തികയുടെ ആദ്യപാദം മേടക്കൂറിലും 4-3 ഇടവക്കൂറിലുമാകിയാൽ ജന്മത്തിലേക്ക് വ്യാഴം വരികയും അതോടൊപ്പം കണ്ടകശനി മാറുകയും ചെയ്യുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ഈ വർഷത്തെ വിഷഫലം. അവർക്ക് ഭൂമി ലാഭം, പുതിയ പ്രസ്ഥാനം ആരംഭിക്കുക, മംഗല്യയോഗം, പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്ന് ധനലാഭം, അതോടൊപ്പം സന്താനലാഭം, വാഹനലാഭം, ഇവയ്ക്കെല്ലാം യോഗമുണ്ട്. ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഇവരെ അലട്ടുവാനും ഉദരരോഗം, നയനരോഗം, സ്ഥാനഭ്രംശം മുതലായവ ഈ വർഷത്തെ ചില ദുരിതഫലങ്ങളാവും. പൊതുവേ ഫലങ്ങൾ അനുകൂലമായിട്ട് വരേണ്ടതായ കാലമാണ്. തൻ്റെ ജീവിതത്തിലെ ഇതുവരെ നടക്കാതിരുന്നതായിരിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധ്യതപ്രായമാകുവാൻ ഉള്ള സാഹചര്യം ഈ വിഷുഫലം കൊണ്ടുണ്ടാവും എന്ന് കാണുന്നുണ്ട്. പുതിയ ഫ്ലാറ്റ് മേടിക്കേണ്ടവർക്ക് ഫ്ലാറ്റ് മേടിക്കുക, അതോടൊപ്പം തന്നെ വാഹനം മേടിക്കേണ്ടവർ വാഹനം മേടിക്കുക, ഭൂമി ലാഭം ഉണ്ടാകുന്നവർക്ക് ഭൂമി ലാഭം ഉണ്ടാകുക, പുതിയ പ്രസ്ഥാനം ആരംഭിക്കേണ്ട ആൾക്കാർ പുതിയ പ്രസ്ഥാനം ആരംഭിക്കാനുള്ളതായ സാഹചര്യവും ഒക്കെ ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് പൊതുവേ അനുകൂലമായ അവസ്ഥയാണ് ഈ വിഷുഫലം കൊണ്ട് പറയേണ്ടത്. ആപൽ നിവൃത്തിക്കായിട്ട് അവർ ഷഷ്ഠീവ്രതം അനുഷ്ഠിക്കുകയും സുബ്രഹ്മണ്യ ഭജനം നടത്തുക, അവരുടെ നാളുതോറും സുബ്രഹ്മണ്യന് പഞ്ചാമൃത്, പാലഭിഷേകം, അതോടൊപ്പം തന്നെ കദളിപ്പഴ നിവേദ്യം നടത്തി സുബ്രഹ്മണ്യ അഷ്ടകം ജപിക്കുക, സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തു കൊള്ളുക. ഇങ്ങനെ ചെയ്താൽ ഇവരുടെ ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ ശമനം ഉണ്ടാകാൻ സാധിക്കും എന്ന് കാണുന്നു. അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ ഈ വർഷത്തെ വിഷുഫലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ രാശിധിപൻ ശുക്രനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ്. രൂപഗുണമുള്ളവരും സത്യത്തിന് വേണ്ടി വാദിക്കുന്നവരും ആയിരിക്കും ഇവർ. ഏതെങ്കിലും ഒരു കണ്ണിന് വിശേഷ വശീകരണ ശേഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടമോ ഉണ്ടായിരിക്കാം. ചൊവ്വ ചന്ദ്രൻ്റെ 7-ലോ 10-ലോ നിന്നാൽ പോലീസ്, പട്ടാളം മുതലായ ജോലികൾ ഉയർന്ന പദവി എത്തപ്പെടുന്ന ആൾക്കാരാവാം. അത് സ്വന്തം കഴിവിൽ മതിപ്പും ദുർബല ഹൃദയരും ആയിരിക്കും. സ്ത്രീകളാണെങ്കിൽ പൊതുവെ സൗന്ദര്യമുള്ളവരും സ്വാതന്ത്ര്യ ബുദ്ധിയെ ആഗ്രഹിക്കുന്നവരും മാതൃഭക്തിയുള്ളവരും ശിരോരോഗം, അല്പധനം ഇവയെല്ലാം ഈ നക്ഷത്രക്കാരിൽ പൊതുവെ കാണാം. ആ രോഹിണി നക്ഷത്രം എന്ന് പറയുമ്പോൾ സ്വതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ദാമ്പത്യ വിഷയത്തിൽ വിഷമതകളെ അനുഭവിക്കുന്ന ഒരു പ്രകൃതം പൊതുവിൽ കാണുന്നുണ്ട്. അത് ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് അതിൻ്റെ ഗുണദോഷങ്ങൾ ഉണ്ടാകുക. പിന്നെ ഇപ്രാവശ്യത്തെ വിഷുഫലത്തെ സംബന്ധിച്ചിടത്തോളം വിഷുഫലത്തിൽ ആദിശൂല നക്ഷത്രമാകിയാൽ പൊതുവിൽ ചില അരിഷ്ടതകൾക്ക് സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. ആ അരിഷ്ടതകൾ ഉള്ളത് കൊണ്ട്, അരിഷ്ടത എന്ന് പറയുമ്പം ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള വിഷമതകൾ ഉണ്ടാവുക, അതോടൊപ്പം തന്നെ കുടുംബ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുക,
അതുപോലെ ചാരവശാൽ ഉള്ളതായിരിക്കുന്ന ആ 12 നിന്ന് വ്യാഴം ജന്മത്തിലേക്ക് വരുന്നതായിരിക്കുന്ന അവസ്ഥയും കണ്ടകശനി മാറുന്നതോടുകൂടി പൊതുവിൽ കുറച്ച് ശാന്തത ഉണ്ടാകുന്നതായിരിക്കും. അതൊക്കെ ഈശ്വര സേവ കൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. അതിന് പരിഹാരമായിട്ട് ഗുരുവായൂർ ദർശനം ചെയ്യുക, വിഷ്ണുഭജനം എന്നിവ ഏറെ പ്രയോജനപ്രദമാണ്. രോഗദുരിതങ്ങൾക്കിടയുള്ളതിനാൽ ശരീരം ശ്രദ്ധിക്കുകയും ചികിത്സ വേണ്ട സമയങ്ങളിൽ ചെയ്യുകയും സമയത്തുള്ള ഭക്ഷണം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ കണ്ടകശനി മാറുന്നതുകൊണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും വിദേശഗമനം, പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, നമുക്ക് കിട്ടാതെ കിടന്നിരുന്നതായിരിക്കുന്ന സമ്പത്തുകൾ കിട്ടുവാൻ ഇടവരികയും പുതിയ ചില സംരംഭങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനും കൂട്ടു സംരംഭങ്ങൾ അല്ലെങ്കിൽ ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ചില ബിസിനസ്സുകൾ ആരംഭിക്കാനും അതോടൊപ്പം തന്നെ ഇവർ വിദേശഗമനത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിദേശഗമനത്തിന് പോകാനുള്ളതായ സാധ്യതയും ജലചരമായ വസ്തുക്കളെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാർക്ക് അവർക്ക് സമ്പത്ത് നന്നായിട്ട് ലഭിക്കുവാനും പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുവാനും ദേശീയ ഗവേഷണ രംഗത്ത് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ ആ ഗവേഷണ വിഷയങ്ങളിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനുമുള്ളതായിരിക്കുന്ന ഒരു കാലമാണ്. അതിന് അവർക്ക് ദോഷപരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിക്ക് നെയ്വിളക്ക്, മാല, കടുംബായസം എന്നിവ ചെയ്യുക. നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുകയും അതോടൊപ്പം തന്നെ ദേവിയുടെ മാഹാത്മ്യം 13-ാം അധ്യായം ജപിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശ്രേയസ്കരം ആയിരിക്കും. മകയിരം നക്ഷത്രത്തിൽ ഈ വർഷത്തെ വിഷുഫലത്തിൽ ആ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും നല്ല സാമർഥ്യമുള്ളവരായിരിക്കും. പൊതുവെ നല്ല ധനവാന്മാരായിരിക്കും. ഇവരുടെ ബാല്യകാലങ്ങൾ അത്ര സുഖകരമായിരിക്കത്തില്ല. കുറച്ച് കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞ് ആ കഷ്ടപ്പാടുകളെ മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നതിന് വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുന്നവരാണ്. പിന്നീടുള്ള കാലം അവർക്ക് ശോഭനമായിരിക്കും. ഏതാണ്ട് 30 വയസ്സിന് ശേഷമാണ് ഈ നക്ഷത്രക്കാർ ഔന്നത്യത്തിലേക്ക് പ്രാപിക്കുക. സ്ത്രീകളാണെങ്കിൽ നല്ല രൂപവതികളായിരിക്കും. പണം കൈവശം വെക്കാനും അധികാരം നടത്താനും ആഗ്രഹിക്കുന്നവരുമായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റവും മുഖം നോക്കാതെ പറയുന്നവരുമായിരിക്കും. അവർക്ക് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ മുഖത്ത് നോക്കി തന്നെ പറയും. മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവർക്ക് പ്രശ്നമല്ല. അതാണ് സന്താന സൗഭാഗ്യം പൊതുവെ ഉള്ളവരാണെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ഒരു സ്വഭാവം. അത് ചഞ്ചല ചിത്ത സ്വഭാവക്കാരാണ്. ഇവരുടെ ഒരു പ്രത്യേകതയാണ്. വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്ക് ചെന്ന് വീണ് നീചന്മാരിൽ നിന്ന് അവരുടെ സമ്പർക്കം കൊണ്ട് ധനനഷ്ടവും മനക്ലേശവും കേസുകളിൽ ചെന്ന് പെടാനുള്ളതായ സാഹചര്യങ്ങളും ഉണ്ടാവാൻ ഇടയുണ്ട്. അത് വരവിൽ കവിഞ്ഞ ചെലവും അതേപോലെ തന്നെ ദുർവ്യയങ്ങളും ഉണ്ടാവുക. ദാമ്പത്യ വിഷയത്തിലാണ് പൊരുത്തക്കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരെയും ഇവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. എല്ലാവരെയും ഇവ ഈ നക്ഷത്രക്കാരുടെ പൊതുവേ ഒരു സ്വഭാവമാണ്. ആരെയും വിശ്വസിക്കത്തില്ല. അവർക്ക് അവരോട് മാത്രമുള്ള പ്രതിബദ്ധത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിഷുഫലം ഈ പ്രാവശ്യം അവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണെങ്കിലും ദോഷഫലങ്ങൾക്ക് അല്പം ആധിക്യം ഉണ്ടാവും. കാരണം എന്താ? ചാരവശാൽ വ്യാഴം ജന്മത്തിലും 12-ലും സഞ്ചരിക്കുന്നതാൽ ദീർഘയാത്രകൾ ചെയ്യുവാനും കാര്യലബ്ധിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടതായും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതെ നോക്കേണ്ടതായും കാണുന്നുണ്ട്. ചില പുതിയ വ്യവസായങ്ങൾ അല്ലെ സംരംഭങ്ങൾ ആരംഭിക്കുവാനും സർക്കാരിൽ നിന്നുള്ള സഹായവും ബാങ്ക് വഴിയുള്ളതായിരിക്കുന്ന ലോൺ മുതലായ കാര്യങ്ങൾ ലഭിക്കുവാനും കുട്ടികൾക്ക് വേണ്ടി കാത്തിരുന്ന ആൾക്കാർക്ക് വളരെ കാലമായിട്ട് പരിശ്രമിച്ച് ഉണ്ടാകാത്തവർക്ക് സന്താനലബ്ധിക്ക് ഉള്ളൊരു കാലഘട്ടമാണ്. അവരുടെ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നതായ കാര്യങ്ങൾ പോലും ഈ കാലയളവിൽ നടക്കാനുള്ളതായിരിക്കുന്ന അവസ്ഥ വരികയും
പ്രതീക്ഷിക്കാത്ത ഭാഗത്തുള്ളതായ ചില സഹായവും സഹകരണവും ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവർക്ക് ദോഷത്തിൻ്റെ പരിഹാരമായിട്ട് നവഗ്രഹ പൂജ ചെയ്യുക. ആ നവഗ്രഹ പൂജയിൽ ചൊവ്വ, വ്യാഴം, ശനി എന്നീ പിഴച്ചു നിൽക്കുന്നതായിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗ്രഹശാന്തി ഹോമം, ആ ഗ്രഹങ്ങളുടെ ഇർക്ക് ജപിച്ച് ഗ്രഹസമിത്ത് കൊണ്ട് ഗ്രഹശാന്തി ഹോമം ചെയ്യുകയും ഈശ്വരഭജനം ചെയ്യുകയും ചെയ്താൽ ഈ ദുരിതങ്ങളിൽ നിന്നും അവർ മോചിതരാകുന്നതാണ്. ഈ തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്രാവശ്യത്തെ വിഷുഫലം പൊതുവെ ഗുണകരമായിട്ട് വരേണ്ടതായ അവസ്ഥയാണുള്ളത്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത് സ്വതവേ തന്നെ സർവകാര്യ സമർത്ഥരാണ്, എല്ലാം അറിയാവുന്നുള്ളൊരു ഭാവം ഇവർക്കുണ്ടാവും. മുഖത്ത് നോക്കി മറ്റുള്ളവരുടെ കുറ്റങ്ങളെ അവരോട് തന്നെ പറയുകയും അവരെ ശാസിക്കുകയും ചെയ്യും. ചില കാര്യങ്ങളിൽ അവർ ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ചാൽ അത് ലക്ഷ്യം കാണുന്നവരേക്കും ഏത് കുൽസിത മാർഗത്തിലൂടെയും സഞ്ചരിച്ച് പോകാനുള്ളൊരു അർപ്പണബോധം അവർക്ക് ഉള്ളവരായിരിക്കും. നല്ല എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇഴുകിച്ചേരുന്ന സഹകരണ മനോഭാവം ഉള്ളവരും ശാസ്ത്രകാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരും പെട്ടെന്ന് കോപിച്ച് എന്തെങ്കിലും പറഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നതായ അവസ്ഥയും സഞ്ചാരപ്രിയത്വവും അതേപോലെ തന്നെ അന്യദേശ വാസത്തിനും സാധ്യതയുണ്ട്. വിവാഹ കാലതാമസം വരേണ്ടതാണ്. സ്വതവേ തന്നെ ഈ 5 നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് തിരുവാതിര എന്നുള്ളത് കൊണ്ട് വിവാഹ സുഖം കുറയുകയോ അല്ലെ ദാമ്പത്യ ക്ലേശം അനുഭവിക്കുകയോ അല്ലെങ്കിൽ വിവാഹം ചെയ്താൽ പോലും സമാധാനം ഇല്ലാത്തതായിരിക്കുന്ന അവസ്ഥയോ ഭർത്താവിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്യുന്നതായിരിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. അതാണ് ചിത്രാദ്ര ഭണി ദേവരാജ് ശതഭുൻ വന്ധ്യാവ വിധവാധവാവ ഭവേത് എന്നുള്ളത് കൊണ്ട് അവരുടേതായിരിക്കുന്ന ഒന്നുകിൽ വന്ധ്യസന്താനം ഇല്ലാണ്ടാവുക, അല്ലെങ്കിൽ പൊതുവിൽ ദാമ്പത്യ ക്ലേശം വരിക, അല്ലെ ഭർത്താവ് ഉപേക്ഷിച്ച് പോവുക, അല്ലെ ഭർത്താവിൽ നിന്നും അകന്നു പോവുക, അല്ലെ ഭർത്താവ് നേരത്തെ തന്നെ മരിച്ചു പോവുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ പൊതുവേ വരേണ്ട ആൾക്കാരാണ് ഇവർ. എന്നിങ്ങനെ ഫലങ്ങൾ പൊതുവെ ഉണ്ടാവുമെങ്കിലും സുന്ദരിയായിരിക്കുന്ന ഭാര്യയുമായി കലഹവും എന്നിവയും പൊതുഫലങ്ങളാണ്. ധനസമ്പാദന വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധ ഈ നക്ഷത്രക്കാർ പുലർത്തും. തൻ്റെ ആവശ്യത്തിന് എപ്പോഴും ധനം സമ്പാദിച്ചു വെക്കുന്നവരായിരിക്കും. കാരണം ഇപ്രാവശ്യത്തെ വിഷുഫലത്തിൽ കണ്ടകശനി തുടങ്ങുന്നവരേക്കും അപൂർത്തി ഉണ്ടായിരിക്കും. 12 വ്യാഴം ദുർവ്യയത്തിനും മനക്ലേശത്തിനും സന്താന ദുരിതത്തിനുമുള്ളതായ സാധ്യതയെ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് പ്രവർത്തിച്ചു കൊള്ളേണ്ടതാണ്. ധനനഷ്ടം വരുവാനും എന്തെങ്കിലും വാഹനങ്ങളെ കൊണ്ട് ഭയം ഉണ്ടാകാനും വീഴ്ച കൊണ്ട് ആപത്തുണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ ബദ്ധശ്രദ്ധരായിട്ട് അസമയങ്ങളിലുള്ള സഞ്ചാരങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അതോടെ കൊടുക്കൽ വാങ്ങൽ വളരെ ശ്രദ്ധിക്കുക. ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നതായ സന്ദർഭത്തിൽ വളരെ ബ്ലാങ്ക് ചെക്ക് ഒപ്പിടാതിരിക്കുക, ജാമ്യം നിൽക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലമാണ്. അതിന് ദോഷപരിഹാരമായിട്ട് ശിവന് ധാരാവിളക്കുമാല പായസം ഇവ നടത്തുകയും തിരുവാതിര നക്ഷത്രം തോറും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലിയോ ഇവ നടത്തണം. തിരുവാതിര ഈ വിഷുഫലത്തിൽ ആദ്യശൂല നക്ഷത്രമാകിയാൽ കൂടുതൽ ശ്രദ്ധിച്ച് കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് അതിൽ പ്രത്യേകമായിട്ട് ശിവഭജനം, പ്രദോഷവ്രതം തൊഴൽ, ശിവമന്ത്രങ്ങൾ നാമം ജപിക്കൽ, ശിവക്ഷേത്ര ശനിയാഴ്ച വ്രതം എടുക്കൽ, ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കൽ, ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് ആപത്തുകളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും എന്നുള്ളതായ ഒരു ലക്ഷണമുണ്ട്. ഇനി നമ്മൾ പുണർദം നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. പുണർദ നക്ഷത്രത്തിൻ്റെ 4/3 ഭാഗം മിഥുനക്കുറും 1 ഭാഗം കർക്കിടകക്കുറുമായ ഈ നാളുകാർ സർവകാര്യ നിപുണരും അർപ്പണബുദ്ധിയുള്ളവരും ആയിരിക്കും. പൊതുവെ ഇവർക്ക് നർമ്മ സംഭാഷണം, സരസഭാഷണം, സഹകരണ മനോഭാവം എന്നിവ. ഇവർ ബഹുഭാഷ പണ്ഡിതരും ആവും. മുൻകോപം മൂലം വിരോധം പിടിച്ചു പറ്റുക, അംഗീകാരം ലഭിക്കാതിരിക്കുക എന്നീ അനുഭവങ്ങൾ പൊതുവായ ജീവിതത്തിൽ ഉണ്ടാകും. ഒരേ സമയം വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുവാനും ശാസ്ത്രകാര്യങ്ങളുടെ ആഭിമുഖ്യം പുലർത്തുക, വ്യാപാരങ്ങളിൽ വിജയമുണ്ടാകുക എന്നിവയും.
വിവാഹത്തിന് കാലതാമസം, സന്താനക്ലേശങ്ങൾ, വിവാഹശേഷം ഉയർച്ച, സൗന്ദര്യമുള്ള ജീവിത പങ്കാളി, അധികാരത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുക എന്നിവയെല്ലാം ഈ നാളുകാരുടെ സംബന്ധിച്ച് ഉള്ള ഒരു പൊതു സ്വഭാവമാണ്. പൊതുവേ നല്ല ദൈവഭക്തി ഉള്ളവരും നേതൃത്വവും മാന്യതയും ഇവർക്ക് ഉണ്ടാവും. സാമുദായികങ്ങളിലാണേലും രാഷ്ട്രീയ സ്ഥാനങ്ങളിലാണേലും ഇവർക്ക് ഒരു അധികാര സ്ഥാനങ്ങളിൽ എത്തപ്പെടാനുള്ളതായിരിക്കുന്ന പ്രത്യേക കഴിവുള്ളവരായിരിക്കും. മറ്റുള്ളവരെ പറഞ്ഞ് ഇരുത്തിക്കൊണ്ട് താൻ പറയുന്നത് ശരിയാണ് സമർത്ഥിക്കാനുള്ളതായ ഒരു പ്രത്യേക കഴിവും ഈ നാളിൽ ജനിച്ചവർക്കുണ്ടാവും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീജനങ്ങളാണെങ്കിൽ പൊതുവെ കുടുംബസ്നേഹമുള്ളവരും കലഹപ്രിയരും ആയിരിക്കും. വിഷുഫലം നോക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാകുമെങ്കിലും ഈശ്വരഭജനം, പ്രാർത്ഥന എന്നിവ അതിനെ മറികടക്കാൻ സാധിക്കും. ധനനാശം, ദുർവ്യയം, മനക്ലേശം, ഔദ്യോഗിക തലത്തിൽ ചില പ്രതിസന്ധികൾ, ദാമ്പത്യക്ലേശം എന്നിവ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും PhD അല്ലെങ്കിൽ ഉപരിവിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നുകൂടും. അതേപോലെ തന്നെ ധനം കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഭാഗത്തുനിന്ന് അവൻ ലഭിക്കാനും സാധിക്കും. കൂടാതെ ഈ നാളുകാർ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവിടെ കൊണ്ട് എത്തിക്കാനുള്ളതായ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാവും. കമ്പ്യൂട്ടർ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പുതിയ പുതിയ സോഫ്റ്റ്വെയർ കണ്ടെത്താനും അതോടൊപ്പം തന്നെ അതിൽ വിജയം വരാനും പുതിയ പുതിയ സംരംഭങ്ങൾക്കും സാധ്യതയുണ്ടാവും. വളരെ കാലമായിട്ട് ഇവർ ഉപേക്ഷിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ പുനരാരംഭിച്ചിട്ട് അതിലൂടെ വിജയം സാധിക്കാനും കഴിയും. പരിഹാരമായിട്ട് വിഷ്ണുവെങ്കിൽ പാൽപ്പായസം, നെയ്വിളക്ക്, തുളസിമാല ഇവ നടത്തുകയും വിഷുഫലത്തിൽ ആദിഷർക്ക നക്ഷത്രമാകിയാൽ സർവാഭീഷ്ട സിദ്ധിയും സത്കീർത്തിയും ധനലാഭവും സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള സാധ്യതയും ഉണ്ടാകുന്നതാണ്. പല പ്രാവശ്യങ്ങളായി പരീക്ഷ എഴുതി പരാജയപ്പെട്ട ആൾക്കാർക്കും വിദേശത്തേക്ക് പോയ IELTS മുതലായ കോഴ്സുകളിൽ ശ്രമിക്കുന്ന ആൾക്കാർക്കും ഈ കാലയളവിൽ അവർ പരീക്ഷ എഴുതിയാൽ ജയിച്ച് കാര്യസാധ്യം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന് വേണ്ടതായിരിക്കുന്ന പ്രാർത്ഥനകളും ഭജനകളും ചെയ്ത് കൊള്ളുക. നമുക്ക് പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയേണ്ടത്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ പൊതുവേ ഈ അലർജി, പിന്നെ ജലജന്യമായിരിക്കുന്ന രോഗങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുള്ള ആൾക്കാരാണ്. രാശ്യാധിപൻ ചന്ദ്രനും നക്ഷത്രാധിപൻ ശനിയും ആയ ഈ നക്ഷത്രക്കാർ പൊതുവെ സന്തോഷശീലരും ധനവാന്മാരും സ്നേഹബന്ധത്തിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന ആൾക്കാരും പരോപകാരികളും ആയിരിക്കും. എല്ലാവർക്കും അവർ ഉപകാരം ചെയ്യുമെങ്കിലും അവസാനം അവരിൽ നിന്ന് ഒരു വിഷമം ഉണ്ടാകാനുള്ളതായ പൊതുവെ അവസ്ഥയുണ്ട്. ബാല്യകാലത്തിൽ ഏതെങ്കിലും വിധത്തിൽ കഷ്ടത അനുഭവിക്കുമെങ്കിലും കൂർമ്മബുദ്ധി ഇവർക്ക് പ്രത്യേക കഴിവാണ്, അഥവാ വളഞ്ഞ ബുദ്ധിയുള്ളവരായിരിക്കും. 30 വയസ്സിന് ശേഷമാണ് പ്രധാനമായും ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാവുക. ജനിച്ച കുടുംബം ഉപേക്ഷിച്ച് അന്യദേശത്ത് പോയി താമസിക്കും. സ്വന്തം കഴിവുകളെ നോക്കാതെ എടുത്തുചാടി പ്രവർത്തിക്കും. വൈരാഗ്യബുദ്ധി വെച്ച് പുലർത്തും. അഹങ്കാരികളായിട്ട് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും വിധം പെരുമാറുമെങ്കിലും നിർബന്ധ ബുദ്ധി ഇവയെല്ലാം ഉണ്ടാകാമെങ്കിലും സഹാനുഭൂതി ഉള്ളവരായും സന്താനഭാഗ്യം ഉള്ളവരായും സന്താനം ഉണ്ടാകുന്നതിന് കുറച്ച് കാലതാമസം വരേണ്ടതായ അവസ്ഥയും കാണുന്നുണ്ട്. ഇവർ ബഹുഭാഷാ പണ്ഡിതന്മാരായിരിക്കും. പല ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ലോകപരിചയം, വിദ്യാഭ്യാസം കുറഞ്ഞാൽ പോലും ഇവർ മറ്റു കാര്യങ്ങളിൽ മറ്റുള്ളവർക്കൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. മാതൃഗുണം ഉള്ളവരായിരിക്കും. അതോടൊപ്പം തന്നെ ഇവർക്കാണെങ്കിൽ വിഷുഫലം നോക്കുമ്പോൾ ചാരവശാൽ വ്യാഴവും ശനിയും ഇഷ്ടഭാവസ്ഥിതന്മാരാകുന്നത് കൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടു അതിൻ്റെ നിർമ്മാണ വിഷയത്തിലും പങ്കാളിത്തവും, ഗൃഹനിർമ്മാണം, ഭൂമി ലാഭം, വിദേശഗമനം, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുക, കേസുകൾ തീർപ്പുണ്ടാകുക, പുതിയ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും വന്നു ചേരുക, സൽകീർത്തി ഉണ്ടാകുക, അപ്രതീക്ഷിതമായ ധനാഗമം, തൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ പുതിയ ശമ്പളം കൂട്ടിക്കിട്ടുകയോ ചെയ്യുന്നതായ അവസ്ഥ വരിക, സ്ഥാനമാനങ്ങൾ ലഭിക്കുക. അതോടൊപ്പം തന്നെ
മറ്റുള്ളവരെ സഹായിച്ചിട്ട് അവരെ നിന്നും നമുക്ക് ചില വിഷമങ്ങൾ ഉണ്ടാകുക, ഫ്ലാറ്റ് മേടിക്കാനോ അതുപോലെ തന്നെ ലാൻഡ് മേടിക്കാനോ ഒക്കെ ഉള്ളതായ സാഹചര്യം വരും. പുതുതായിട്ടുള്ള വാഹനം, പഴയ വാഹനം കൊടുത്തിട്ട് പുതിയ വാഹനം വാങ്ങിക്കാനുള്ളതായ സാഹചര്യവും കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ആഗമനം ഉണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ട് ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ശാസ്താവിന് നക്ഷത്രം തോറും എള്ളുപായസവും നീരാഞ്ജനവും നടത്തുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ശനീശ്വര ഭജനം വളരെ നല്ലതായിരിക്കും എന്ന് കാണും. ആയില്യം നക്ഷത്രം കർക്കകക്കൂറാണ്. രാശ്യാധിപൻ ചന്ദ്രനും നക്ഷത്രാധിപൻ ബുധനുമായ ഈ നക്ഷത്രം ജനിക്കുന്നവർക്ക് ഏതിൻ്റെയെങ്കിലും ഒരു എവിടെ ചെന്നാലും ഒരു ലീഡർഷിപ്പ് കിട്ടുക, നായകസ്ഥാനം വഹിക്കുന്നവരായി വന്ന് ഭവിക്കുന്നത്. ഇപ്പോൾ ഒരു ജോലിക്ക് പോയാൽ അതിൻ്റെ ഒരു ലീഡറാവുക, ഒരു രാഷ്ട്രീയത്തിലാണെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരിക, സമുദായത്തിലാണെങ്കിൽ സമുദായത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരിക. അങ്ങനെ നായകസ്ഥാനം ഇവർക്ക് മിക്കവാറും വന്നു ചേരും. അതുപോലെ തന്നെ ഏത് വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചാലും അവർക്ക് നല്ല പരിജ്ഞാനം, സബ്ജക്റ്റ് നോളജ് ഉള്ള ആൾക്കാരായിരിക്കും. അവിവാഹിതരായി തുടരുന്ന ചില ആൾക്കാരുണ്ടാവും. വിവാഹത്തിന് കാലതാമസം വരും. എന്തെങ്കിലും അതോടൊപ്പം തന്നെ സ്നേഹബന്ധ വിഷയത്തിൽ ചെന്ന് വിവാഹത്തിൽ ഏർപ്പെടാൻ സാധ്യത വരും. വിവാഹത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ദാമ്പത്യ ക്ലേശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചപലതയും വഞ്ചനാ സ്വഭാവവും ഈ നക്ഷത്രക്കാരുടെ ഒരു ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. ചിലരെങ്കിലും കാണാമെങ്കിലും ജ്ഞാനവും വാക്ചാതുര്യവും കൊണ്ട് അവർ അതിനെ എപ്പോഴും മറച്ചു വെക്കും. എപ്പോഴും ഒരു മനക്ലേശം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. ആരെയും ബ്ലൈൻഡായിട്ട് ഒരു കണ്ണടച്ച് വിശ്വസിക്കത്തില്ല. നല്ല തൻ്റെ ഇടം, വാക്സാമർഥ്യം, ക്ഷിപ്രകോപം എന്നിവ അവർക്കുണ്ടായിരിക്കും. ഒരു കാര്യങ്ങൾ ദൃഢനിശ്ചയം ഉണ്ടാവും. ഒരു ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ എത്തുന്നതിന് വേണ്ടി അവർ വളരെയധികം പ്രയത്നിക്കുകയും ഉപകാരസ്മരണ ഉള്ളവരായിരിക്കുകയും ബന്ധുക്കളുടെ സഹായം കൊണ്ട് അവർ രക്ഷപ്പെടുന്ന ആൾക്കാരും ആയിരിക്കും. പുരുഷ സന്താനങ്ങൾ കുറഞ്ഞവരും ആയിരിക്കും. കുടുംബത്തിൽ നായകത്വം, സർക്കാർ ജോലി എന്നിവയും ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യത്തെ വിഷുഫലം നോക്കുമ്പോൾ ചാരവശാൽ 11-ൽ വ്യാഴവും 9-ൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാകിയാൽ സർവ്വവിധമായ ഐശ്വര്യങ്ങളും കടബാധ്യതകളൊക്കെ തീർന്നും അഭിവൃദ്ധിയും കുടുംബസൗഖ്യവും ഗൃഹനിർമ്മാണം പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഗൃഹനിർമ്മാണ ലാഭയോഗവും ഭൂമി ലാഭവും പുണ്യക്ഷേത്ര ദർശനവും രാഷ്ട്രീയ പ്രവർത്തകർക്കാകട്ടെ സ്ഥാനമാന ലബ്ധിയും വിദേശയാത്രയും ഷെയർ മാർക്കറ്റിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ആ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭം ലഭിക്കുവാനും അതേപോലെ തന്നെ പുതിയ ചില ഡെപ്പോസിറ്റ് സ്കീമുകൾ തുടങ്ങുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുകയും സർപ്പസങ്കേതങ്ങളിൽ പോയി യഥാശക്തി വഴിപാടും ചെയ്ത് സുബ്രഹ്മണ്യ പ്രധാനമായിരിക്കുന്ന കർമ്മങ്ങളും ചെയ്തുകൊണ്ടാൽ ആ നവഗ്രഹങ്ങളിൽ രാഹുവിന് പൂജ കഴിക്കുകയും ചെയ്തു കൊള്ളുക. അങ്ങനെ ചെയ്താൽ ഇവർക്ക് എല്ലാവിധമായിരിക്കുന്ന ദോഷങ്ങളും മാറി അനുകൂലമുണ്ടാവാൻ ഇടവരും. ഇനി മകം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ മകം നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ സൂര്യനും നക്ഷത്രാധിപൻ കേതുവുമായ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ധനവും സൗന്ദര്യവും ഉള്ളവരും വിജ്ഞാന തൃഷ്ണ ഉള്ളവരും സ്നേഹശീലരും ആരോടും പ്രീതിയുള്ളവരും ത്യാഗമനോഭാവം ഉള്ളവരും ആയിരിക്കും. വിശേഷിച്ച് അമ്മയോട് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന ആൾക്കാരായിരിക്കും ഇവർ. എന്നാൽ അസൂയാലുക്കൾ ധാരാളം ഉണ്ടാവും. സിംഹത്തിൻ്റെ സ്വഭാവമായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരാണ്. നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഗണ്ണാന്ത സമയമാണ്. അതിനാൽ അപ്പോൾ ജനിക്കുന്ന വ്യക്തികൾ മഹാത്മ്യമുള്ളവരായിരിക്കും. അതിനെ അതിജീവിച്ച് വരുന്നവർ രാജകീയമായ പ്രൗഢിയോടുകൂടി കഴിയുന്ന ആൾക്കാരായിരിക്കും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതക്ലേശങ്ങൾ ഒരിക്കലും ഇവർക്ക് വിട്ടുമാറുകയില്ല. സ്ത്രീകൾ പൊതുവെ ഭാഗ്യവതികളും ഭർത്തൃഭാഗ്യം സന്താനഭാഗ്യം ഇവരൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും. പിതൃസ്വത്ത് ലഭിക്കാൻ യോഗമുള്ളവരും ആയിരിക്കും. ഈശ്വരഭക്തി, ഗുരുഭക്തി, വശ്യത, കാര്യകാരണ സാമർഥ്യം, ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം, മിതഭാഷണം, സന്താനഭാഗ്യം, പിതൃഭക്തി, ഭൃത്യന്മാരുണ്ടാവുക, മഹത്തായ ആദർശങ്ങൾ വെച്ചു പുലർത്തുക എന്നിവയെല്ലാം പൊതുവായി ഇവരിൽ കാണാം. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരിക്കലും ഈ വയർ സംബന്ധമായിരിക്കുന്ന രോഗങ്ങളോ
പല്ല്, വയറ് മുതലായിരിക്കുന്ന അവയവങ്ങൾക്ക് എപ്പോഴും രോഗങ്ങളും അരിഷ്ടതകളും ഉണ്ടാകുന്നതായിരിക്കും. മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവിൽ ഭാഗ്യവതികളാണെങ്കിലും ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥതകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. വിഷുഫലം നോക്കുമ്പോൾ ചാരവശാൽ 10-ൽ വ്യാഴവും അഷ്ടമത്തിൽ ശനിയുമാകിയാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുക. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാനും പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനും ആത്മീയ കാര്യങ്ങൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ക്ഷേത്രനിർമ്മാണവുമായി ബന്ധപ്പെടുക, അപ്രതീക്ഷിതമായ ധനം നഷ്ടപ്പെടാതിരിക്കുന്നതിനും സ്ഥാനനാശം സംഭവിക്കുന്നതിനും യോഗമുള്ളതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ദോഷപരിഹാരമായിട്ട് നവഗ്രഹങ്ങളിൽ കേതുവിന് പൂജയും ആ കേതുവിൻ്റെ ഋക്ക് ജപിച്ചു ഗ്രഹസമിതി കൊണ്ട് ഗ്രഹശാന്തി ഹോമവും വിശേഷാൽ ദുർഗാ ഭഗവതിക്ക് താമരമാലയും നെയ്വിളക്കവും പാൽപ്പായസവും നടത്തി പ്രാർത്ഥിച്ചു കൊണ്ടാൽ ഈ ദുരിതങ്ങൾക്ക് ശമനമുണ്ടായവർക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്ന് കാണുന്നു ഈ വിഷുഫലത്തിൽ. നമുക്ക് പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കേണ്ടത്. ആ പൂരം നക്ഷത്രം എന്ന് പറഞ്ഞാൽ രാശ്യാധിപൻ സൂര്യനും നക്ഷത്രാധിപൻ ശുക്രനുമായ ഒന്നാണ് പൂരം നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർ പൊതുവിൽ സ്വാതന്ത്ര്യ പ്രേമികളും മറ്റുള്ളവരുടെ അടിമയായി കഴിയാൻ ആഗ്രഹിക്കാത്തവരും ആയിരിക്കും. എല്ലാ കാര്യത്തിലും സമർത്ഥരായിരിക്കും, സാമർഥ്യം ഇവർ പ്രകടിപ്പിക്കും. സർക്കാർ ജോലിയോ സർക്കാരുമായി ബന്ധപ്പെട്ട ജോലികളോ ഇവർക്ക് ലഭിക്കാൻ പൊതുവിൽ സാധ്യതയുണ്ട്. നല്ല ശരീരഘടനയും ബലവും പെട്ടെന്ന് കോപവും ഒക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവിൽ ഇവർ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരും പലപ്പോഴും ഉദരരോഗികളും ആയിരിക്കും. നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനപ്രയാസപ്പെടുന്ന പ്രകൃതം ഇവർക്കുണ്ടാവും. എല്ലാവർക്കും ഉപകാരം ചെയ്യുകയും ചെയ്യും. എല്ലാവരാലും വെറുക്കപ്പെടുകയും ആരുടെ സ്നേഹവും തനിക്ക് തിരികെ ലഭിക്കാത്തതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്നു ചേരുന്നതാണ്. പെട്ടെന്ന് കോപിക്കുക, ഉടനെ അത് മാറുക, ഗർവ് പ്രകടിപ്പിക്കുക, അതിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കുക, ഇവയെല്ലാം ഈ നാളുകാരുടെ പൊതുവേ ഉള്ള സ്വഭാവമാണ്. ധനസമ്പാദനത്തിൽ ഇവർ മിടുക്ക് കാട്ടാറില്ല. അവർക്ക് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയാൽ മതി എന്നുള്ളതായൊരവസ്ഥയാണ്. എന്നാൽ നിർധനത്വം ഒരിക്കലും ഇവരെ ബാധിക്കില്ല. എപ്പോഴും ധനമുള്ളവരായിരിക്കും. അന്യരെ ആശ്രയിക്കുന്ന സ്വഭാവം പൊതുവിൽ ഇവർക്കുണ്ടായിരിക്കും. കീർത്തി, സ്വതന്ത്രബുദ്ധി, ന്യായാന്യായ വിവേചനം, കൃത്യനിഷ്ഠ, വാക്കുപാലിക്കുക, അധികാരയോഗം, ബുദ്ധിഗുണം, ഉദ്യോഗ വ്യവഹാരങ്ങൾ വിജയം, ലളിത ജീവിതം ഇവയെല്ലാം ഇവർക്ക് പൊതുവേ ഉള്ള ഒരു ഗുണമാണ്. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കും. അതിലൂടെ ഇവർ സന്താനസുഖവും ഒക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവിൽ ദാമ്പത്യ വിഷയങ്ങളിൽ വൈഷമ്യതകൾ വന്നുകൂടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ വിരോധം ഇവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. സ്ത്രീകൾക്ക് പൂരം നക്ഷത്രം നല്ലതല്ലെന്ന് പറയുമെങ്കിലും പുരുഷന്മാരെക്കാൾ മിടുക്കും തൻ്റെ ഇടവും ഇവർക്കുണ്ടായേക്കാം. അതിന് സാധാരണ പറയാം പൂരം പിറന്ന പുരുഷൻ എന്നാണ് പറയുക. അപ്പോൾ അത് സ്ത്രീകൾക്കുണ്ടെങ്കിലും അവർ ആ ഒരു പൗരുഷം എപ്പോഴും കാണിക്കും. വിഷുഫലം നോക്കുമ്പോൾ പൊതുവിൽ ശാരീരിക അസ്വസ്ഥതയ്ക്കും ശാരീരികമായ അസ്വസ്ഥതകൾക്കൊരു സമാധാനം ഉണ്ടാകുവാനുള്ള ഒരു കാലഘട്ടമാണ്. കുടുംബ ബന്ധങ്ങൾ ദൃഢീകരിക്കുവാനും സന്താന ദുഃഖങ്ങൾക്ക് പരിഹാരവും സർവാഭിഷ്ടസിദ്ധിയും സൽകീർത്തിയും എന്നിങ്ങനെ ഗുണഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനലാഭം, സന്താനലാഭം എന്നിവയും യോഗമുണ്ട്. ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ഗണപതിക്ക് നാളികേരമടിക്കുക, മാല ചാർത്തുക, നെയ്വിളക്ക് കറുകമാല ചാർത്തുക, നെയ്വിളക്ക് തെളിക്കുക, അതുപോലെ ഗണപതി അഷ്ടകം ജപിക്കുക, ഗണപതിക്ക് പ്രീതികരങ്ങളായിരിക്കുന്ന മന്ത്രങ്ങളും ജപങ്ങളുമൊക്കെ ചെയ്ത് ഗണപതി ക്ഷേത്ര ദർശനവും ചെയ്ത് പ്രാർത്ഥിച്ചുകൊള്ള കഴിയുമെങ്കിൽ മാസം തോറും അവരുടെ നക്ഷത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഉത്തരം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ജനിക്കുന്ന പുരുഷൻ, അതായത് ഉത്തരത്തിൻ്റെ കാല് പുരുഷനും ഒടുവിലത്തെ 45 നാഴികക്കുള്ളിൽ ജനിക്കുന്ന സ്ത്രീകളും ഉത്തരത്തിന് മുക്കാൽ പൊതുവിൽ ശോഭനമായ ജീവിതം
നയിക്കുന്നവരായിരിക്കും. സൗന്ദര്യവും സൗഭാഗ്യവും ഇവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ധനപരമായ ക്ലേശങ്ങൾ ഇവരെ ഒരിക്കലും അലട്ടുകയില്ല. ബാല്യകാലം അത്ര ശോഭനമായിരിക്കുകയില്ല. സർക്കാർ സംബന്ധമായിരിക്കുന്ന ജോലികൾ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. പൊതുവിൽ ഈശ്വരഭക്തി, ഗുരുഭക്തി, ഭാഗ്യം, നാനാവിധ സുഖഭോഗങ്ങൾ, കർമ്മകുശലത, അന്യരെ സഹായിക്കുക, അനീതിക്കെതിരെ പോരാടുക എന്നിങ്ങനെ വിശേഷ സ്വഭാവങ്ങളുള്ളവരായിരിക്കും. അധ്യാപന യോഗവും ഇവർക്കുണ്ടാവാം. സംതൃപ്തമായ കുടുംബജീവിതമാണെങ്കിലും പുത്രൻ കാലിൽ ജനിച്ച പുരുഷന് 2 ദ്വിഭാര്യ യോഗവും 3 ജനിച്ച സ്ത്രീക്ക് ബഹുഭർത്തൃ യോഗവും അനുഭവപ്പെട്ടേക്കാം. മൊത്തത്തിൽ 4 ചിങ്ങക്കൂറിലും 3 കന്നിക്കൂറിലും പെടുകയാൽ കന്നിക്കൂറുകാർക്ക് ചാരവശാൽ കണ്ടകശനി വരുന്ന സമയം ശ്രദ്ധിക്കേണ്ടതാണ്. രോഗാരിഷ്ടതകൾക്ക് സർജറി മുതലായ കാര്യങ്ങൾ വരുവാനുള്ളതായ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സന്താന ക്ലേശം വരാനുള്ളതായ സാധ്യതയുണ്ട്. അത് ജന്മത്തിൽ 9-ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾക്ക് പൊതുവെ ഇടവരും. അതാണ് ഈശ്വര സേവ കൊണ്ട് ഭാഗ്യസ്ഥാനഗതേ ശുഭേതതുവേ പ്രാണിന്യഭീഷ്ടസ്ഥിതേ ലഗ്നേശേ തപനേനവാദൃഷ്ണേന ആലോകിദേവാനിതേ സ്യാദേവ് ഈശ്വര സേവയാ ഗതശമ. ഈശ്വര സേവ കൊണ്ട് ഇവരുടെ എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണം. അതുകൊണ്ട് പക്കപ്പിറന്നാൾ തോറും ശാസ്താവിന് നീരാഞ്ജനം, മാല, പായസം മുതലായ വഴിപാടുകൾ ചെയ്ത് ശാസ്ത്രസ്തുതി നടത്തുകയും ശാസ്താവിൻ്റെ അഷ്ടോത്തരം ജപിച്ച് പ്രീതിപ്പെടുത്തുകയും ചെയ്യണം. കഴിയുമെങ്കിൽ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രേയസ്കരമായിരിക്കും. ഇനി അത്തം നക്ഷത്രമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. രാശ്യാധിപൻ ബുധനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് അത്തം നക്ഷത്രത്തിന്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വതവേ നല്ല വാക്ചാതുര്യമുള്ളവരും സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ കർമ്മലബ്ധിക്ക് ഇടയുണ്ടാകുകയും സ്വപ്രയത്നം കൊണ്ട് വിജയം കണ്ടെത്തുന്ന ആൾക്കാരും ഇവർക്ക് പൊതുവെ ലജ്ജ കുറവുള്ളവരും എവിടെയും ഇടിച്ചു കയറുന്ന വ്രതവും അപൂർത്തിയും അധപ്പതനവും വേലിയേറ്റം വേലിയിറക്കം പോലെ മാറിക്കൊണ്ടിരിക്കുന്നവരും ആയിരിക്കും. സ്വതവേ കൂർമ്മബുദ്ധിയുള്ളവരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഉയർച്ചയിൽ അസൂയാലുക്കളും ആയിരിക്കും. ഇതുമൂലം ധനപരമായി വലിയ നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കാതെ വരികയും ചെയ്യും. ചെയ്യുന്ന പ്രവൃത്തികളിൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ്. എപ്പോഴും ഇവർക്ക് ധനസമ്പാദനം ഇവരുടെ ശീലമായിരിക്കും. അത്തം നക്ഷത്ര ജാതർ ഒരേ സമയം ഒന്നിലധികം തൊഴിലുകൾ ബഹുവിധമായിരിക്കുന്ന പ്രവൃത്തികളെ സംയോജിപ്പിച്ച് ചെയ്യാൻ സാമർഥ്യമുള്ളവരായിരിക്കും. വിദ്യാകാര്യങ്ങളിൽ പരാജയപ്പെട്ടാലും അന്യർക്ക് ഉപദേശം കൊടുക്കുന്നതിൽ ഇവർ വളരെ പ്രാവീണ്യമുള്ളവരായിരിക്കും. തർക്ക വിഷയങ്ങളിൽ ഒരു മധ്യസ്ഥത ചർച്ചയ്ക്ക് ഉള്ള പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ടാകും. നാനാതരത്തിലുള്ളതായ കുടുംബ പ്രാരബ്ധം ഏറ്റെടുക്കുകയും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുകയും ഇതെല്ലാം ഈ നാളുകാരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഇവരുടെ വാർദ്ധക്യകാലമാണ് യൗവനത്തേക്കാൾ ക്ഷേമകരമായി കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ അതൃപ്തി ഇവരെ വിഷമിപ്പിക്കാറുണ്ട്. അത്തം നക്ഷത്രജാതരായ സ്ത്രീകൾ കുലീനകളും സദാചാരബോധമുള്ളവരും ആകർഷകമായ രൂപത്തോടു കൂടിയവരുമായിരിക്കും. രക്തസ്രാവം മുതലായ ശാരീരിക പ്രശ്നങ്ങൾ ഇവരെ അലട്ടുവാൻ ഇടയുണ്ട്. വിഷുഫലത്തിൽ മധ്യശൂല നക്ഷത്രമാകിയാൽ സ്വജനവിരോധം, ബന്ധുനാശം, അപമാനം, മനക്ലേശം എന്നിവയ്ക്ക് യോഗമുണ്ട്. ദാമ്പത്യ വിരഹത്തിന് സാധ്യതയുണ്ട്. ചാരവശാൽ വ്യാഴം 9-ൽ സഞ്ചരിക്കുന്ന കാലമാകിയാൽ ദോഷാനുഭവങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. കണ്ടകശനി വരുന്ന കാലമാകുമ്പോൾ ശനിപ്രീതികരങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളേണ്ടതാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾക്കും യോഗമുണ്ട്. അതിന് പരിഹാരമായിട്ട് ആദിത്യ ഭജനം നടത്തുക, ആദിത്യന് പൊങ്കാലയിടുക, ആദിത്യ ക്ഷേത്ര ദർശനം ചെയ്യുക എന്നിവ ചെയ്തുകൊണ്ടാലും നിത്യവും ആദിത്യസ്തുതി ജപിച്ചാലും നല്ല സമാധാനമുണ്ടായി ഐശ്വര്യം വരാൻ ഇടയുണ്ടെന്ന് കാണും. ചിത്തിര നക്ഷത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവേ ശാന്തശീലരും
ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും ആയിരിക്കും. ഇവർക്ക് പൊതുവേ നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കും. സ്വഗൃഹം വെടിഞ്ഞ് അന്യദേശത്ത് പോയി താമസിക്കാനും ഇടവരും. ഉത്സാഹം, സ്വയാർജിതമായ സമ്പത്ത്, ദാമ്പത്യ സുഖം ഇവ കുറഞ്ഞിരിക്കും. സ്ത്രീകളിൽ ആസക്തിയുള്ളവരായിരിക്കും. സ്ത്രീകൾക്കാകട്ടെ ഭർത്തൃ സുഖഹാനി ഉണ്ടാകുക ഇവ പൊതുവെയുള്ള ഒരു ബലമാണ്. ചെറുപ്പത്തിൽ ക്ലേശം അനുഭവിക്കുമെങ്കിലും പിന്നീട് തൻ്റെ സ്വപ്രയത്നം കൊണ്ട് സമ്പത്തും സുഖവും അനുഭവിക്കുന്നു. വിശേഷിച്ച് പട്ടാളം, പോലീസ് മുതലായ സ്ഥലങ്ങളിൽ, അഗ്നിസേനാ വിഭാഗം, ഇവിടെയൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്നതിന് കൂടുതൽ സാധ്യത ഉള്ളവരുമായിരിക്കും. പ്രവൃത്തിയിലാകട്ടെ ഇവർ അതിസമർത്ഥരുമായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടവണ്ണം ഉപദേശം കൊടുക്കുകയും നല്ല തൻ്റെ ഇടത്തോടുകൂടി പെരുമാറുകയും ആരോടും ഹൃദയംഗമായ സ്നേഹം പുലർത്താത്തവരും ആയിരിക്കും. പിതാവിൽ നിന്ന് ധനപരമായ നേട്ടങ്ങൾ കിട്ടാത്തവരും തന്നിഷ്ടം പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. എന്നാൽ പൊതുവെ മാതൃഭക്തിയും ഉള്ളവരും സഹോദര ഗുണമില്ലാത്തവരും അന്യദേശവാസം, നീചസംസർഗം എന്നിവയും ഈ നക്ഷത്രക്കാരിൽ പൊതുവെ കാണാം. സ്ത്രീജനങ്ങളാകട്ടെ പലവിധ ക്ലേശങ്ങളും മനപ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുവാനിടയുള്ളവരാണ്. ഭർത്തൃവിരഹം, പരിത്യക്തത എന്നിവയുള്ള കാര്യങ്ങളിലും സംഭവിച്ചേക്കാം. ആദ്യത്തെ 2 ഭാഗം കന്നിക്കൂറും പിന്നീടുള്ളവ തുലാക്കൂറും ആകുന്നു. വിഷുഫലം നോക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലവും തുലാക്കൂറുകാർക്ക് ലേശം മോശവും ശാരീരികമായ പ്രശ്നങ്ങൾക്കും മനക്ലേശങ്ങൾക്കും സാധ്യതയും കാണുന്നുണ്ട്. വിഷുഫലത്തിൽ മധ്യശൂല നക്ഷത്രമാകിയാൽ സ്വജനവിരോധം, ബന്ധുനാശം, മനക്ലേശം എന്നിവ വന്നു ചേരുവാനും ഇടയുണ്ട്. പരിഹാരമായി വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതിൽ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് പൂജയും വഴിപാടുകളും നടത്തുന്ന ഗുണകരമായിട്ടുണ്ട്. മാത്രമല്ല കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല മുതലായ വഴിപാടുകൾ ചെയ്ത് കൃഷ്ണനെ പ്രീതിപ്പെടുത്തുകയും ആ കൃഷ്ണ ആരാധന ചെയ്യുന്നതും ശ്രേയസ്കരം ആകും. അവരുടെ ദുരിതങ്ങളെ മാറ്റി ഗുണം വർദ്ധിപ്പിക്കാൻ ഇടവരും. ചോതി നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ ശുക്രനും നക്ഷത്രാധിപൻ രാഹുവുമാണ്. വാക് സാമർഥ്യമുള്ളവരും ധനസമ്പാദന വിഷയങ്ങളിൽ വ്യഗ്രതയുള്ളവരും ദാനശീലരും അന്യരുടെ ഹിതമനുസരിച്ച് സംസാരിക്കുന്നവരും കലാവാസന, രസികത്വം എന്നിവ ഉള്ളവരും ആയിരിക്കും. കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. സ്വജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരും മാന്യമായ പദവി ലഭിക്കുന്നവരും ആയിരിക്കും. ക്രയവിക്രയങ്ങളിൽ ഇവർ സാമർഥ്യം കാണിക്കും. വാർദ്ധക്യകാലത്ത് ആരോഗ്യപരമായോ അല്ലാതെയോ ഉള്ള ക്ലേശങ്ങൾ ഇവർ അനുഭവിക്കപ്പെട്ടേക്കാം. ഒരു കാലിന് സ്വാധീനം കുറയാനുള്ളതായ ലക്ഷണവും കാണുന്നുണ്ട്. ഭക്ഷണത്തിന് ഒരു കാലത്തും ഇവർക്ക് മുട്ടുവരികയില്ല. ഈ നക്ഷത്രക്കാർ പൊതുവെ നല്ല ബുദ്ധിശക്തിയുള്ളവരും കാമകുശലത, ആലോചനാശീലം എന്നിവ ഇവരുടെ ഗുണങ്ങളാണ്. സ്വന്തം പരിശ്രമം കൊണ്ട് ഉന്നത പദവിയിലെത്തുന്നവരും ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് അനുഭവിക്കുന്നവരുമായിരിക്കും. കൃത്യമായിട്ട് ഇവരുടെ വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കുന്നവരും ഒരാൾക്ക് കൊടുക്കുന്നത് ആ രേഖകൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പലവിധ അപരാധങ്ങൾക്കും പാത്രീഭൂതരാകുവാൻ സാധ്യതയുണ്ട്. എല്ലാം സ്വയം സഹിക്കുക എന്ന സ്വഭാവവിശേഷം ഇവർക്കുണ്ട്. പൊതുവെ ഈശ്വര ഭക്തിയുള്ളവരും സ്ത്രീകൾ പതിവ്രതകളും സ്വഭാവഗുണമുള്ളവരും കുടുംബത്തെ പരിപാലിക്കുന്നവരും ആയിരിക്കും. എങ്കിലും വൈരാഗ്യബുദ്ധി, പശ്ചാത്താപമില്ലായ്മ, അല്പസന്താനങ്ങൾ, സന്താനങ്ങളിൽ നിന്നും അനുഭവമില്ലായ്മ എന്നിവ ഈ യോഗങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. വിഷുഫലം നോക്കുമ്പോൾ ചാരവശാൽ അഷ്ടമവ്യാഴമാകിയാൽ 3ഉം 6ഉം ഭാവപതിയായ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. വാഹനഭയം, പതനഭയം, അതുപോലെ തന്നെ രോഗപീഠകൾ ഇവയ്ക്കെല്ലാം സാധ്യതയുള്ളതുകൊണ്ട് വാഹനയാത്ര സൂക്ഷിക്കുകയും കൊടുക്കൽ വാങ്ങൽ ശ്രദ്ധിക്കുകയും ചെയ്യണം. വിഷുഫലത്തിൽ മധ്യശൂല നക്ഷത്രമാകയാൽ ഏറെ ശ്രദ്ധിച്ചു കൊള്ളേണ്ടതാണ്. ഇവർക്ക് പരിഹാരമായിട്ട് ഇവർ സർപ്പക്ഷേത്രങ്ങളിൽ പോയി യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാരായിട്ടുള്ള ആൾക്കാർ ദേവീഭജനം നടത്തുക, വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, അതുപോലെ ലളിതാ സഹസ്രനാമം എല്ലാ നിത്യവും വൈകുന്നേരങ്ങളിൽ ജപിച്ച് പ്രാർത്ഥിച്ച് സങ്കല്പിച്ചു കൊണ്ടാൽ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടുന്നതാണ്.
ഇനി വിശാഖം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശാഖം നക്ഷത്രം, ഈ നക്ഷത്രക്കാരുടെ അധിപൻ വ്യാഴവും ആണ്. അതോടൊപ്പം തന്നെ വിശാഖം 2 കൂറിലായിട്ടാണ് വരിക. തുലാക്കൂറിലും വൃശ്ചികക്കൂറിലുമായിട്ട് വരാറുണ്ട്. വിശാഖത്തിൽ 4 വൃശ്ചികക്കൂറും വിശാഖത്തിൽ 3/4 തുലാക്കൂറുമായിട്ടാണ് നമ്മൾ നേരത്തെ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇവർ മേധാശക്തിയുള്ളവരും ആജ്ഞാശക്തിയും പ്രായോഗിക വൈഭവവും നീതിനിഷ്ഠയും അതോടൊപ്പം തന്നെ ഈശ്വരഭക്തരും നല്ല മുഖകാന്തിയോട് കൂടിയവരും നെഞ്ചിൽ അടയാളം ഉള്ളവരും ഈ നാളുകാരിൽ പൊതുവെ കാണുന്ന ലക്ഷണങ്ങളാണ്. ആരിലും ഈർഷ്യ ഉണ്ടാക്കാനും മടി കാണിക്കില്ല. അധികാര സ്ഥാനങ്ങളിൽ എത്തപ്പെട്ടാൽ അവിടെ വളരെ കാലം പിടിച്ചു നിൽക്കാനും മറ്റുള്ളവരെ തൻ്റെ ആജ്ഞാശക്തി കൊണ്ട് കീഴ്പ്പെടുത്താനും ഏത് കുത്സിത മാർഗത്തിലൂടെ അധികാരസ്ഥാനം നിലനിർത്താനും ശ്രമിക്കുന്നവരായിരിക്കും. കലഹപ്രിയരെങ്കിലും തൻ്റെ സ്വാർത്ഥതയെ ഒരിക്കലും താൻ വിട്ടുകളയുകയില്ല. അന്യരെ പുകഴ്ത്താനും ഇകഴ്ത്താനും ഇവർ മടി കാണിക്കില്ല. പിതാവിൽ നിന്ന് ഗുണങ്ങൾ കുറഞ്ഞിരിക്കും. ദാമ്പത്യ ജീവിത ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും വിവാഹാനന്തരമാണ് ഇവരുടെ അപൂർത്തിയെല്ലാം ഉണ്ടാകുക. സമുദായങ്ങളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ സ്ഥാനമാനങ്ങളിൽ എത്തപ്പെടേണ്ടവരായിരിക്കും. അമിതമായ വിഷയാസക്തി ഉള്ളവരും ആയിരിക്കും. ബാല്യകാലത്ത് വളരെ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. പിതാവിൻ്റെ സംരക്ഷണയേക്കാൾ മാതാവിൻ്റെ സംരക്ഷണയിൽ വളരാനാണ് ഇവരുടെ യോഗം. ഈ നക്ഷത്രക്കാർ പൊതുവെ കാലാന്തരത്തിൽ സന്യാസമോ സ്വീകരിക്കുകയോ ഭക്തിമാർഗം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഈശ്വരപരമായ കർമ്മങ്ങളെ ആശ്രയിച്ച് ശിഷ്ടകാലം കഴിയുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ധനപരമായി നല്ല നിലയിൽ സ്വയം ധനം ആർജിച്ച് മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക രീതിയിൽ അപൂർത്തിയിലെത്തപ്പെടാൻ കഴിവുള്ളവരാണ്. ഇവർക്ക് അങ്ങനെ ഒരു യോഗം പ്രത്യേകമായിട്ടുണ്ട്. മേട വിഷുഫലത്തിൽ മധ്യശുക്ല നക്ഷത്രമാകിയാൽ ലോക ബഹുമാനാദ്യ സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്കുള്ള യോഗവും നന്മയും ഫലങ്ങളാണ്. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, നെയ്വിളക്ക്, തുളസിമാല എന്നിവയും നവഗ്രഹങ്ങൾക്ക് മുന്നിൽ വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഏറെ ഗുണകരമായിരിക്കും. അനിഴ നക്ഷത്രം രാശ്യാധിപൻ കുജനും നക്ഷത്രാധിപൻ ശനിയുമാണ്. ഇവർ പൊതുവിൽ സഞ്ചാരപ്രിയരായിരിക്കും. അന്യദേശത്ത് വാസം ഉറപ്പിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും. ഏത് കാര്യത്തിലും സാമർഥ്യം പ്രകടിപ്പിക്കുന്നവരാരും സ്വപ്രയത്നം കൊണ്ട് ധനം ആർജിക്കുന്നവരായിരിക്കും. ജനിച്ച സ്ഥലത്തേക്കാൾ അന്യസ്ഥലത്താണ് ഇവർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാവുക. അത് പൊതുവിൽ കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ്. ഇവരെല്ലാവരും നല്ലവരാണെങ്കിലും പൊതുവിൽ ഇവർക്കൊരു പ്രതികാര ബുദ്ധി ഇവരുടെ ഉള്ളിലുണ്ടാവാം. അത് കൂടുതലായിട്ടുണ്ടാവും. വിശേഷിച്ച് ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല നിലയിലെത്താനും അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും തൻ്റെ വൈഭവങ്ങൾ പ്രകടമാക്കി അതിലൂടെ ഉന്നതാധികാരികളുടെ അംഗീകാരം നേടിയെടുക്കാനും കഴിവുള്ളവരായാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ചയും അതേപോലെ തന്നെ ചില വീഴ്ചയും ഈ നക്ഷത്രക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെട്ടേക്കാം. പ്രായേണ നിർബന്ധ ബുദ്ധിക്കാരാണ് ഇവർ. പലപ്പോഴും മനസ്വസ്ഥതയും ദേഹസുഖവും ഇവർക്ക് നഷ്ടപ്പെടാറുണ്ട്. പലപ്പോഴും ഇവർ ലാഭം പ്രതീക്ഷിച്ച് പല പദ്ധതികളിലും പണം മുടക്കുമെങ്കിലും അതിൽ ഏറെയും പരാജയപ്പെടുകയും പിന്നീട് അത് ഗുണകരമായി തീരുകയും ചെയ്യും. ഇപ്രാവശ്യത്തെ വിഷുസംക്രമ ഫലം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ പകർച്ചയോടുകൂടി 7 വ്യാഴവും 4 ശനിയും എന്ന സ്ഥിതി വരുന്നുണ്ട്. കണ്ടകശനി മാറിയാൽ കാലം വളരെ ശുഭഫലങ്ങളെ നൽകുന്നതാണ്. ഏപ്രിലെ വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് വിവാഹകാംക്ഷികൾക്ക് വിവാഹം നടക്കുവാനും കമിതാക്കൾക്ക് പ്രേമസാഫല്യം ഉണ്ടാകുവാനും നല്ല വിവാഹബന്ധങ്ങൾ വന്നു ചേരാനും അപ്രതീക്ഷിതമായിട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും വിദേശഗമനത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിദേശഗമനം ലഭിക്കുവാനും പുതുതായി വീട് വയ്ക്കാനോ ഭൂമി വാങ്ങാനോ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഗൃഹനിർമ്മാണത്തിനും ഭൂമി ലാഭത്തിനും ഇടയുണ്ടെന്നും അതേപോലെ തന്നെ ധനം സമ്പാദനത്തിനും
ധനം ലഭിക്കുവാനും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് ധനം ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരങ്ങൾക്കായി ഇവർ ചെയ്യേണ്ടത് ശനിക്ഷേത്ര ദർശനവും നവഗ്രഹങ്ങളിൽ ശനിക്ക് പൂജയും ചെയ്യുന്നത് ഏറെ ഗുണകരമാണ്. വിഷുബലത്തിൽ മധ്യ ഷഡ്ക നക്ഷത്രമാകിയാൽ ഈ വർഷം ഗുണഫലങ്ങൾ ഏറെ ഉണ്ടാവും. തൃക്കേട്ട എന്ന് പറയുന്ന രാശ്യാധിപൻ ചൊവ്വയും നക്ഷത്രാധിപൻ ബുധനുമാണ്. തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് സ്വതവേ വ്യാഴം ചന്ദ്രകേന്ദ്രത്തിലാണെങ്കിൽ ധർമ്മനിഷ്ഠ, ക്ഷമ, സന്തുഷ്ടി, ബുദ്ധി കൂർമ്മത, സമാധാനം എന്നീ ഗുണങ്ങൾ പൊതുവിൽ ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ചന്ദ്രന് ശുഭവീക്ഷണമില്ലെങ്കിൽ ഇവർ കോപിഷ്ഠരും സ്വാർത്ഥരും പരദ്രോഹ ചിന്തയും വക്രബുദ്ധിയുള്ളവരും ബന്ധുഹീനത്വമുള്ളവരും പുത്രദുഃഖം എന്നീ ദോഷഫലങ്ങളും ഉണ്ടായേക്കാൻ സാധ്യതയുള്ളതാണ്. തൃക്കേട്ട ഒടുവിൽ ജനിക്കുമ്പോൾ സ്വതവേ ദുർമാർഗിയോ അല്ലെ വിദേശദ്രോഹം, വംശത്തിന് ദ്രോഹം ചെയ്യുന്നവരോ ആകാൻ ഇടയുണ്ട്. തർക്കശീലം ഈ നാളുകാരുടെ പ്രത്യേകതയാണ്. ഇവർക്ക് ദേഷ്യം വന്നാൽ അല്ലെ കോപം തോന്നിയാൽ സന്ദർഭം നോക്കാതെ പൊട്ടിത്തെറിക്കുന്ന ശീലവും സാഹചര്യങ്ങളെ പരിഗണിക്കാതെ വാക്കുകൾ പറയുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു സ്വഭാവം, ശീലം ഇവർക്കുണ്ട്. പൊതുവിൽ ഇവർ ആദർശമുള്ളവരായിരിക്കുമെങ്കിലും കുടുംബനായകത്വവും ഏറ്റെടുക്കും. അതിൽ നിന്ന് പിന്മാറാനും ഇവർ ഒരിക്കലും മടി കാണിക്കില്ല. മേലധികാരികൾക്കാകട്ടെ പ്രിയപ്പെട്ടവരായിരിക്കും. ആർക്കും വഴങ്ങാത്തതായിരിക്കുന്ന പ്രകൃതം ഇവരുടെ പ്രത്യേകതയാണ്. എല്ലാവരും പറയുന്നത് ഇവർ കേൾക്കുമെങ്കിലും അവർ പ്രവർത്തിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമേ മാത്രമേ ചെയ്യുകയുള്ളൂ. പശ്ചാത്തപിക്കുന്ന ശീലം ഇവർക്കില്ല. ഒരാളോട് തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ പശ്ചാത്താപം എന്ന് പറയുന്നില്ല. അവരത് ഇങ്ങനെ മനസ്സിലുണ്ടെങ്കിലും അത് പറയാൻ തയ്യാറാവുകയില്ല. കുടുംബകലഹവും ബന്ധുവിരഹവും വന്നു ചേർന്നേക്കാം. വിഷുബലത്തിൽ മധ്യഷഡ്ക നക്ഷത്രമാകിയാൽ ഭാഗ്യലബ്ധി, ഐശ്വര്യം, അഭോർദ്ധി എന്നിങ്ങനെ പല നല്ല ഫലങ്ങൾ ഈ വർഷം അവർക്ക് പ്രതീക്ഷിക്കാം. വിശേഷ വസ്ത്രലാഭം, ആഭരണലാഭം, ഭൂമിലാഭം, വാഹനലാഭം, ഗൃഹലാഭം ഇവയെല്ലാം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വ്യാഴം അനുകൂലാവസ്ഥയിലായതിനാൽ പരിഹരിക്കപ്പെടാതെ കിടന്ന കേസുകളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടുകയും കേസുകളിൽ വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കുവാനും കർമ്മലബ്ധി ഉണ്ടാകാനും പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും സന്താനമില്ലാത്തവർക്ക് സന്താനലബ്ധി ലഭിക്കുവാനും ഭാഗ്യാനുഭവവും വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുവാനും അതുപോലെ തന്നെ ഇന്നുള്ളതായിരിക്കുന്ന വീടും വാഹനം മാറി പുതിയ വാഹനം വാങ്ങാനും ഒക്കെയുള്ളതായിരിക്കുന്ന ശുഭഫലങ്ങളുണ്ട്. വിദേശത്ത് പോയി ധനം ആർജിക്കാനുള്ളതായ ലക്ഷണമുണ്ട്. അതുപോലെ തന്നെ സമുദായങ്ങളിലോ രാഷ്ട്രീയ സ്ഥാനങ്ങളിലോ ഇവർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും അതോടൊപ്പം തന്നെ ഇവർക്ക് നല്ലതായ അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ദോഷപരിഹാരമായിട്ട് പിറന്നാൾ തോറും നവഗ്രഹങ്ങൾ ബുധനും പൂജയും കൃഷ്ണസ്വാമിക്ക് കദളിപ്പഴം, തൃക്കൈവണ്ണ, തുളസിമാല എന്നിവയും നടത്തുന്നത് ശ്രേയസ്കരമായിരിക്കും. ഗുരുവായൂർ ദർശനമാണെങ്കിലും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ശ്രീപത്മനാഭനെ ദർശിക്കുന്നതും ഏറ്റവും നന്നായിരിക്കും, നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ഇനി അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം ഗണ്ണാന്തം വരുന്ന ഒരു നക്ഷത്രമാണ്. മൂലത്തിൻ്റെ ആദ്യപാദം 15 നാഴി വരെ ഗണ്ണാന്ത ദോഷമുണ്ടെങ്കിലും ഗണ്ണാന്തം അത് 15 നാഴി പൂർണ്ണമായിട്ടില്ല. അതിന് ഗണ്ണാന്തത്തിന് പ്രത്യേക നിയമം പറയുന്നുണ്ട്. ഇതിൻ്റെ രാശ്യാധിപൻ വ്യാഴവും നക്ഷത്രാധിപൻ കേതുവുമായ ഈ നാളുകാർ പൊതുവെ ബഹുമാന്യതയും മറ്റുള്ളവർ അംഗീകരിക്കുന്നവരും ധനികത്വവും പദവിയും കീർത്തിയും സൗഖ്യവും ഉള്ളവർ ആയിരിക്കും. ശത്രുക്കൾ പൊതുവെ കുറഞ്ഞിരിക്കുന്നവരും ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകളെ അനുഭവിക്കാൻ സാധ്യതയുള്ളവരും ആയിട്ടാണ് കാണപ്പെടുക. വിദ്യാഗുണവും ഔദ്യോഗിക ലാഭവും ഇവർക്ക് സിദ്ധിക്കും. ആരോടും സൗമ്യമായി സംസാരിക്കുന്നവരും ശാന്തശീലരുമായിരിക്കും. ധനസംബന്ധമായ കാര്യങ്ങളിൽ വരവറിയാതെ ചെലവ് ചെയ്യുന്നവരുമാണ്. ഭാഗ്യവാന്മാരായി തന്നെ ജീവിതം കഴിച്ചുകൂടുന്നവരും ആയിരിക്കും.
മൂലം നക്ഷത്രം സ്ത്രീജനങ്ങളായിരിക്കുന്ന ആൾക്കാർ സ്നേഹബന്ധത്തിലൂടെ വിവാഹം കഴിക്കുന്ന ആൾക്കാരും സന്താനക്ലേശം ഉണ്ടായിട്ട് ഒടുവിൽ സന്താനം ഉണ്ടാകുന്നവരും ആയിരിക്കും. സംതൃപ്തമായ ദാമ്പത്യ ജീവിതം ഇവരുടെ പ്രത്യേകതയാണ്. സർക്കാർ സംബന്ധമായ ജോലികളോ വിദേശത്ത് ഗുണകരമായ ജോലികളോ ഇവർക്ക് ലഭിക്കാം. ഈ നക്ഷത്രരായ സ്ത്രീജനങ്ങൾ പുരുഷന്മാരെ പോലെ അത്ര സൗഭാഗ്യമുള്ള ജീവിതം ഉള്ളവരായിരിക്കില്ല എങ്കിലും എല്ലാ കാര്യങ്ങളും കർക്കശ ബുദ്ധിയുള്ളവരും നിർബന്ധ സ്വഭാവം ഇവർക്ക് കൂടുതലായിരിക്കും. വലിയ വാശികാരികളും ആവാനും സാധ്യതയുണ്ട്. ബാല്യത്തിൽ ദുരിതവും മധ്യകാലശേഷം സുഖവും എന്നിങ്ങനെ ഈ ജീവിത അനുഭവത്തിൽ വന്നുകൂടാ. സ്നേഹിതരിൽ നിന്നും ചതിപറ്റുക, ഒരേ സമയം പല കാര്യങ്ങളിൽ പണം നിക്ഷേപിച്ച് നഷ്ടം വരുത്തുക എന്നിവയെല്ലാം ഈ നാളുകാർക്കുള്ള പൊതുവേ അനുഭവങ്ങളാണ്. വിഷുഫലം നോക്കുമ്പോൾ മധ്യശിർക്ക് നക്ഷത്രം ആയതുകൊണ്ട് വിശേഷ വസ്ത്രലാഭം, ആഭരണലാഭം, ഭൂമിലാഭം, പുരസ്കാരങ്ങൾ, ബഹുമാനങ്ങൾ, സ്ഥാനമാനങ്ങൾ, ജനപ്രീതി, കലാകായിക രംഗങ്ങളിൽ പുതിയ സൃഷ്ടിയും നേട്ടവും സംഭാവനകളും പ്രതീക്ഷിക്കാം. അപവാദം മുതലായ ദോഷങ്ങളെ കരുതിയിരിക്കേണ്ടതാണ്. പരിഹാരമായി നവഗ്രഹങ്ങൾ കേതുവിന് ഗ്രഹപൂജയും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വെണ്ണ, ത്രിമധുരം മുതലായവ നടത്തി പ്രാർത്ഥിക്കുകയും ഹനുമാൻ ക്ഷേത്ര ദർശനവും ചെയ്ത് ശ്രീരാമസ്വാമിയെ ഭജിച്ചുകൊണ്ടാൽ എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരം ഉണ്ടാവുമെന്ന് കാണുന്നു. ഇനി പൂരാടം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. പൂരാടം നക്ഷത്രം രാശ്യാധിപൻ വ്യാഴവും നക്ഷത്രാധിപൻ ശുക്രനുമാണ്. പൂരാടം നക്ഷത്രക്കാർ പൊതുവെ നല്ല ബുദ്ധിസാമർഥ്യം ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ബന്ധുബലമുള്ളവരും എന്നും സുഖം അനുഭവിക്കുന്നവരും ആവാൻ ഇടയുണ്ട്. ശരീര സൗന്ദര്യം ഉള്ളവരായിരിക്കും. ഭർത്തൃഭക്തിയും സ്നേഹവുമുള്ള ഭർത്താവും ഉണ്ടായിരിക്കും. മാതാപിതാക്കളിൽ നിന്ന് ഗുണം വിരളമായിരിക്കും. ജനിച്ച നാടും വീടും വിട്ട് അന്യദേശത്തെന്ന് ഇവർക്ക് പ്രായേണ ഭാഗ്യം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ നല്ല ബുദ്ധിശക്തിയുള്ളവരും കുടുംബഭരണ നൈപുണ്യവും ഉള്ളവരും ആയിരിക്കും. ആരോഗ്യവും ഇവർക്ക് മുൻപന്തിയിലായിരിക്കും. സന്താനഭാഗ്യം കുറവാണ്. എന്തും പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനുള്ള ചാതുര്യം ഇവർക്കുണ്ടാവും. എന്നാൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം, തെറ്റാണെങ്കിലും അതിൽ നിന്നും പിന്തിരിയാതിരിക്കുക, വൈരാഗ്യബുദ്ധി ഇവയെല്ലാം ദോഷകരങ്ങളായ സ്വഭാവങ്ങളാണ്. വിഷുഫലം നോക്കുമ്പോൾ ചാരവശാൽ 6-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ്. പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും അതിനെ ലാഘവബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്ത് നേരെയാക്കുവാനുള്ളതായ കഴിവ് പ്രത്യേകമായി ഇവർക്കുണ്ടാവും. വൈദ്യവിഷയങ്ങളോ ശാസ്ത്രവിഷയങ്ങളോ കൈകാര്യം ചെയ്യുന്ന ആളുകൾ കൈപ്പിഴ വരാതെ ശ്രദ്ധിച്ചു കൊള്ളേണ്ടതാണ്. സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ടവർക്ക് പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ സാഹചര്യമുണ്ടാവും. ദോഷപരിഹാരത്തിനായി ഗണപതിക്ക് ഒറ്റയപ്പ നിവേദ്യം, ഉണ്ണിയപ്പ നിവേദ്യം, കറുകമാല, നാളികേരമടിക്കുക. മധ്യശക്ത നക്ഷത്രമാകയാൽ ഗുണഫലങ്ങൾ വളരെ നന്നായിട്ടുണ്ടാവും. ഉത്രാടം നക്ഷത്രാധിപൻ ആദിത്യൻ ആണ്. ഉത്രാടം നക്ഷത്രക്കാർ സ്വതവേ സ്വപ്രയത്നം കൊണ്ട് മാന്യമായി ജീവിക്കുന്നവരും വിദ്യാഭ്യാസ ഗുണമുള്ളവരും സമ്പത്തും സൗന്ദര്യവും സൽസ്വഭാവവും ഉള്ളവരും പ്രായേണ അന്യനാട്ടിൽ ജോലി സമ്പാദിച്ച് ജീവിക്കുന്നവരുമായിരിക്കും. ധിക്കാരമായി ആരോടും സംസാരിക്കില്ല. ചെറുപ്പത്തിൽ പ്രയാസം അനുഭവിച്ച് യൗവനത്തിൽ ഭാഗ്യമുള്ളവരായിത്തീരുന്നു. മനസ്സിനിണങ്ങിയ ദാമ്പത്യം ഇവർക്ക് സിദ്ധിക്കും. ഐശ്വര്യമുള്ളവരും പതിവ്രതയും പരിശുദ്ധയുമായ ഭാര്യായോഗം അവർക്കുണ്ട്. അനുസരണയില്ലാത്ത സന്താനങ്ങളെ കൊണ്ട് ക്ലേശം ചില ആൾക്കാർക്ക് അനുഭവപ്പെടാം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഐശ്വര്യവതികളും ഉത്തമ സ്വഭാവ ഗുണമുള്ളവരും ആയിരിക്കും. ഇവർ ചിലപ്പോൾ അഹങ്കാരത്തോടെ പെരുമാറും. എങ്കിലും ഇവർക്ക് ഉദാരത, കുലീനത, അന്യനാൽ ആദരിക്കപ്പെടുക, പ്രവൃത്തികൾ ആത്മാർത്ഥത, ആർഭാടമില്ലായ്മ, പ്രതിബന്ധങ്ങളെ മറികടന്ന് ജീവിത വിജയം എന്നിവയെല്ലാം ഇവരുടെ ഗുണങ്ങളാണ്.
ഇവർ ആദ്യ 4 ഭാഗം ധനുക്കൂറും 3 ഭാഗം മകരക്കൂറുമാകുന്നു. വിഷുഫലത്തിൽ ധനുക്കൂറുകാർക്ക് ലേശം ക്ലേശമുണ്ടെങ്കിലും പൊതുവിൽ എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും ഈ വർഷം സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം, ഭൂമിലാഭം, സന്താനലാഭം, ബന്ധുലാഭം, ഉദ്യോഗക്കയറ്റം മുതലായ ഗുണഫലങ്ങൾക്ക് ഈ വർഷം സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് കർമ്മലബ്ധി, അവരെ കൊണ്ടുള്ള ഗുണങ്ങൾ ലഭിക്കുക എന്നിവയെല്ലാം ഈ വർഷം ലഭിക്കുന്ന ഫലങ്ങളാണ്. ദോഷപരിഹാരമായി ഉത്രാട നക്ഷത്രം തോറും ശിവന് ജലധാര, കൂവളമാല, പിൻവിളക്ക് എന്നിവ, പായസം എന്നിവ നടത്തിക്കൊള്ളണം. ഇനി നമുക്ക് തിരുവോണം നക്ഷത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കാനുള്ളത്. ആ തിരുവോണം നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ ശനിയും നക്ഷത്രാധിപൻ ചന്ദ്രനുമായ തിരുവോണം നക്ഷത്രക്കാർ സ്വപ്രയത്നം കൊണ്ട് ധനം സമ്പാദിച്ച് ജീവിക്കുന്നവരും സ്വഗൃഹമോ സ്വദേശമോ വെടിഞ്ഞ് താമസിക്കുന്നവരും സുഖമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരും ആയിരിക്കും. പൊതുവേ ബന്ധുബലം ഇവർക്ക് കുറഞ്ഞിരിക്കും. സൗന്ദര്യവും സൗഭാഗ്യവും ഉള്ളവർ ആണെങ്കിലും വാക്കിലും പ്രവൃത്തിയിലും ഇവർക്ക് മാന്യതയുണ്ടാവും. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉള്ളവരും അന്യരുടെ കഷ്ടപ്പാടിൽ അനുകമ്പയുള്ളവരും ഗുരുഭക്തി, ഈശ്വരഭക്തി, മാതൃഭക്തി, പിതൃഭക്തി, സത്യം, ദയ എന്നിവ ഉള്ളവരും ആയിരിക്കും. സുഖദുഃഖങ്ങൾ സമ്മിശ്രമായ ജീവിതവും ആ സുഖദുഃഖങ്ങളെ സമചിത്തതയോടെ കാണുന്നവരും നല്ല ദാമ്പത്യം നയിക്കുന്നവരും ആയിരിക്കും. സ്ത്രീജനങ്ങളാകട്ടെ ഭർതൃഭാഗ്യം, ഐശ്വര്യവും ധനപുഷ്ടിയും ഉള്ളവരായിരിക്കും. പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങൾ പിടിവാശിയുള്ളവരും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുന്നവരും ശ്വാസകോശ സംബന്ധമായിട്ടോ അലർജി സംബന്ധമായിരിക്കുന്ന രോഗങ്ങളുള്ളവരും അതോടൊപ്പം തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ശരീരപ്രകൃതവും ദേശം വിട്ട് അന്യദേശത്ത് പോകാൻ സാധ്യതയുള്ളവരും പ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വർഷം അവർക്ക് ജോലി ലഭിക്കുവാനുമുള്ളതായ സാഹചര്യം വന്നു ചേരും. അതേപോലെ തന്നെ ഈ അന്ത്യഷട്ക നക്ഷത്രം ആകെയായാലും ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവ്, പതനഭയം, പശു പക്ഷി മീൻസ് ഫ്ലൈറ്റിൽ നിന്നൊക്കെ ചില അരിഷ്ടതകൾ വന്നുകൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ് എന്നാണ് പറയുക. രോഗദുരിതങ്ങൾക്കും ഇടയുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം ഇവർക്കുണ്ടാകും. അതിന് ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, നെയ്വിളക്ക്, തുളസിമാല, വിഷ്ണു സഹസ്രനാമാർച്ചന ഇവ നടത്തിക്കൊണ്ടാൽ ഈ ആപത്തുകളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇനി അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ് നമുക്ക് പ്രതിപാദിക്കാനുള്ളത്. അതിന് രാശ്യാധിപൻ ശനിയും നക്ഷത്രാധിപൻ കുജനുമാണ്. അവിട്ടം നക്ഷത്രക്കാർ മരണം വരെ ഐശ്വര്യമുള്ളവരായിരിക്കുമെങ്കിലും അവരുടെ ബാല്യകാലങ്ങൾ വളരെ ക്ലേശകരമായിരിക്കും. ധനപുഷ്ടി ഉണ്ടാകും. അത് സ്വപ്രയത്നം കൊണ്ട് ധനം ആർജിക്കുന്നയാളാവും. ധനം ഉണ്ടായാലും ലുബ്ധ് അവരെല്ലാ കാര്യത്തിലും കാണിക്കും. ഉണ്ടാകുന്ന ധനങ്ങളെ വേണ്ടവണ്ണം സംരക്ഷിച്ച് പരിപാലിക്കുന്നതായ സ്വഭാവം ഉണ്ടാവും. അതാണ് അവിട്ടം തവിട്ടിലും തേടുമെന്നാണ് പറയുക. അന്യദേശവാസം ചെയ്യുന്നവരാകും. വ്യാഴവും ചന്ദ്രനും വീക്ഷിച്ചാൽ ശ്രേയസ്കരമായിരിക്കുന്ന ജീവിതം ഇവർക്കുണ്ടാകും. കാര്യക്ഷമത, അറിവ്, അതോടൊപ്പം തന്നെ കായിക രംഗങ്ങളിൽ പ്രവർത്തിച്ച് ധനം ആർജിക്കാനുള്ളതായ അവസ്ഥ വരിക. ഈശ്വരഭക്തി ഉള്ളവരായിരിക്കുക. അഭിമാനമുണ്ടെങ്കിലും തൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. രഹസ്യങ്ങളെ സൂക്ഷിക്കാനുള്ളതായിരിക്കുന്ന കഴിവ് ഇവർക്ക് പ്രത്യേകമായിട്ടുണ്ട്. ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായിട്ട് നിരന്തരം പരിശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. വാദപ്രതിവാദങ്ങളിൽ ഇവരെ നമുക്കൊരിക്കലും പറഞ്ഞു ജയിക്കാൻ പറ്റില്ല. അവർ വളരെ എല്ലാ കാര്യങ്ങളും ശാസ്ത്രജ്ഞാനം ഉള്ളവരായിരിക്കും. ബന്ധുക്കളെ കൊണ്ടും സ്വന്തക്കാരെ കൊണ്ടും ക്ലേശം അനുഭവിക്കുന്നവരായിരിക്കും. സംതൃപ്തമായിരിക്കുന്ന ദാമ്പത്യം ഉള്ളവരായും വിവാഹാനന്തരം തൻ്റെ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നവരും ആയിരിക്കും. സംഗീതാഭിരുചി, മതബോധം, അതോടൊപ്പം തന്നെ
കാര്യനിർവഹണത്തിൽ പ്രാപ്തി, ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ പൂർത്തീകരിക്കാനുള്ളതായിരിക്കുന്ന അശ്രാന്ത പരിശ്രമം. അവിട്ടം കുംഭക്കൂറുകാർക്ക് ഏഴശനിക്കാലമാണെങ്കിലും 4 വ്യാഴം സമാധാനത്തെ പ്രദാനം ചെയ്യുന്നതാണ്. സ്വന്തമായിട്ട് വീടുണ്ടാകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വീടുണ്ടാകാനും വാഹനം മാറി വാങ്ങാനും ഉള്ളതായ സാധ്യതയുണ്ട്. ശാരീരികമായിട്ട് ഹൃദയ സംബന്ധമായിട്ടും ചില അസ്വസ്ഥതകൾ വന്നുകൂടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ജാഗരൂകരായിരിക്കണം. വേണ്ടവണ്ണം ചികിത്സ അനിവാര്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കരുത്. അന്ത്യശക്ക നക്ഷത്രമാകിയാൽ അസമയത്തെ യാത്ര ഒഴിവാക്കുക. കൊടുക്കൽ വാങ്ങലിൽ വളരെയധികം ശ്രദ്ധിക്കുക. കൂട്ടുചേർന്നുള്ള ബിസിനസ് ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ താൻ കടം വാങ്ങിച്ചാൽ അത് സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരുന്നതായ അവസ്ഥ ഉണ്ടാകുക. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില ക്ലേശാനുഭവങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് പരിഹാരമായി നവഗ്രഹങ്ങൾ കേതുവിന് ഗ്രഹശാന്തിയും വിശേഷിച്ച് വീരഭദ്രസ്വാമിക്ക് വഴിപാടുകളും നടത്തണം. ഏഴശന് കഴിയുന്നത് വരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അകാലചര്യ, മൃഗയാ വിനോദം, സാഹസികമായ കർമ്മങ്ങൾ ഏർപ്പെടാതിരിക്കുക. അസമയങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക. വാഹനങ്ങൾ, ആന, പശു മുതലായതിൻ്റെ മുമ്പിൽ പോയി നിൽക്കാതിരിക്കുക. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ അഗ്നിയൊക്കെ കൊണ്ടുകൊണ്ട് ഭയം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളേണ്ടതാണ്. ഇതിനെല്ലാം ഈ ഈശ്വരഭജനം തന്നെ ചെയ്ത് അതിന് സമാധാനം വരുത്തിക്കൊള്ളേണ്ടതാണ്. ഇനി ചതയം നക്ഷത്രമാണ്. ആ ചതയം നക്ഷത്രത്തിൻ്റെ രാശ്യധിപൻ ശനിയും നക്ഷത്രാധിപൻ രാഹുവുമാണ്. ചതയം നക്ഷത്രക്കാർ പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും സാമർഥ്യമുള്ളവരായിരിക്കും. അതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവും. ആചാര്യ സ്ഥാനങ്ങളിൽ എത്തപ്പെടാൻ കഴിയുന്ന ആൾക്കാരാണ്. മുഖം നോക്കാതെ ആരോടും എന്തും പറയുന്ന പ്രകൃതക്കാരാണ്. പിണക്കം അവരുടെ പ്രധാന ജോലിയാണ്. ഇടയ്ക്ക് ഇണങ്ങും, ഇടയ്ക്ക് ഇങ്ങനെ പിണങ്ങും. ചില കാര്യങ്ങൾ ദുശാഠ്യം ഉണ്ടാവും. ഏത് കാര്യത്തിലും മിണ്ടിയാൽ പിണങ്ങുന്നതായിരിക്കും സ്വഭാവം അവർക്കുണ്ട്. സ്വജനങ്ങളെ കൊണ്ട് മനസമാധാനക്കുറവ് അനുഭവിക്കുന്നവരായിരിക്കും. പിതാവിനേക്കാൾ മാതാവിൽ നിന്ന് ഗുണം ലഭിക്കും. ആശ്രിതർക്ക് വാത്സല്യം പുലർത്തുന്നവരും ഭൂതദയ, പെരുമാറ്റത്തിൽ വശ്യത, സൗമ്യമായ മുഖം, സത്യധർമ്മങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരും ആയിരിക്കും. പരസ്ത്രീകളോട് താല്പര്യം ഉള്ള ആൾക്കാരും ആവണം. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ പരാജയം ഉണ്ടാവാൻ സാധ്യതയുള്ളവരായതുകൊണ്ട് അത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവർ നല്ല സൂത്രശാലികളായിരിക്കും. കൗശലബുദ്ധിയോടുകൂടി പെരുമാറാനും പ്രവർത്തിക്കാനും കഴിവുള്ളവരായിരിക്കും എന്നുള്ളത് പ്രത്യേകമായിരിക്കുന്ന ഒരു കഴിവാണ്. ചില കാര്യങ്ങളിൽ അവർ വിചാരിക്കുന്നിടത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിക്കാനുള്ളതായ ശ്രമം ഉണ്ടാകും. വിശേഷിച്ച് അക്ഷരം വിറ്റ് ജീവിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലതുണ്ടായും. കവിതകളും കാവ്യങ്ങളും ഒക്കെ രചിക്കുന്ന ആൾക്കാർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കാനുള്ളതായ സാധ്യതയും വന്നുകൂടും. വിഷുഫലം നോക്കുമ്പോൾ കുംഭക്കൂറാകിയാൽ ജന്മശനിക്കാലമാണ്. സ്ഥാനനാശവും കുടുംബസ്വസ്ഥതക്കുറവിനും ആപദ്ഭയത്തിനും കർമ്മപുഷ്ടിയില്ലായ്മയ്ക്കും അതുപോലെ കടബാധ്യത വർദ്ധിക്കുവാനും നിയമപ്രശ്നങ്ങൾ വന്നുകൂടാനും ഒക്കെ യോഗമുണ്ടെങ്കിലും ചാരവശാൽ 4 വ്യാഴം കൊണ്ട് ഇവയെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അന്ത്യശൂല നക്ഷത്രമാകിയാൽ ആപദ്ഭയങ്ങൾക്ക് സാധ്യത, പ്രത്യേകിച്ച് ജലത്തിൽ നിന്ന് ഭയം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ജലചരമായ വസ്തുക്കളിൽ സഞ്ചരിക്കുമ്പോൾ ജലയാനങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ പാനീയങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്യപന്മാരായിട്ടുള്ള ആൾക്കാരാണ് വിഷമദ്യത്തിൽ ചെന്ന് വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു കൊള്ളേണ്ടതാണ്. പരിഹാരമായിട്ട് ഈ നവഗ്രഹങ്ങളിൽ രാഹുവിന് പൂജയും സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതവും പാലഭിഷേകവും നടത്തി കദളിപ്പഴ നിവേദ്യവും നടത്തിക്കൊണ്ടാൽ ഇതിന് സമാധാനമാകും എന്ന് കാണുന്നുണ്ട്. ഇനി പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രം വ്യാഴ നക്ഷത്രാധിപനായ പൂരുരുട്ടാതി നക്ഷത്രക്കാർ രാശ്യാധിപൻ വ്യാഴവും ശനിയും ചേർന്ന് വരുന്നതായിരിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ദീർഘായുസ്സുള്ളവരും സൗഭാഗ്യമുള്ളവരും ആയിരിക്കും. സമ്പത്തുക്കൾ ഉണ്ടായാലും ദുഃഖം ഇവർ ഒരിക്കലും വിട്ടുമാറുകയില്ല. സാഹസിക പ്രിയരായിരിക്കും. ഇപ്പോൾ മല കയറുക അല്ലെങ്കിൽ ഉയരത്തിലേക്കുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ സാഹസികമായ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഇവർ വളരെ തൽപരരായിരിക്കും. ഏത് വിഷയവും പിടിച്ച കാര്യത്തിന് അല്ലെങ്കിൽ
ഏറ്റവും സങ്കീർണമായ വിഷയത്തെ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇവർക്ക് വളരെ കഴിവുള്ളവരായിരിക്കും. അന്യർക്ക് വേണ്ടി ത്യാഗം ചെയ്യുക, അതേപോലെ തന്നെ ഭാര്യയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നതായ അവസ്ഥ, അല്ലെ ഭാര്യ പറയുന്ന വാക്കുകളെ തിരസ്കരിക്കാൻ കഴിയാതെ വരുന്നതായ അവസ്ഥകളുണ്ടാവും. സ്ത്രീ വിഷയങ്ങളിൽ അപമാനം നേരിടുന്ന സാഹചര്യം വരും. ഭക്ഷണപ്രിയന്മാരായിരിക്കും, മുൻകോപമുള്ളവരായിരിക്കും, ക്ഷിപ്രപ്രസാദികളുമായിരിക്കും. തൊഴിൽ ആത്മാർത്ഥത ഉള്ളവരായിരിക്കും. പിതാവുമായി അഭിപ്രായ വ്യത്യാസം ഉള്ളവരും ആവും. വക്കീലന്മാർ, അധ്യാപകർ, വൈദ്യന്മാർ, ഡോക്ടർമാർ, കലാകാരന്മാർ എന്നിവയിൽ ഏതെങ്കിലും സ്ഥാനത്ത് ശോഭിക്കുന്നവരുമായിരിക്കും. ബാല്യത്തിലോ യൗവനാരംഭത്തിലോ മാതാവിൻ്റെ വേർപാടുണ്ടാകുന്നവരായിരിക്കും. ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ പരിശുദ്ധി, പാതിവ്രത്യനിഷ്ഠ എന്നിവ ഉള്ളവരും ഉന്നത ജോലി ലഭിക്കാൻ യോഗവും ഭർത്തൃയോഗവും സന്താനയോഗവും ഉൾപ്പെടെ സൗഭാഗ്യ ജീവിതം നയിക്കുന്നവരും ആയിരിക്കും. നക്ഷത്രത്തിൻ്റെ 4/3 ഭാവം കുംഭക്കൂറും അടുത്ത ഭാവം മീനക്കൂറും ആകിയാൽ ചാരവശാൽ ജന്മശനിക്കാലമാണെങ്കിലും വ്യാഴത്തിൻ്റെ 4 സ്ഥിതി ദോഷങ്ങളുടെ കാഠിന്യത്തെ കുറയ്ക്കുന്നതാണ്. അന്ത്യശക്ത നക്ഷത്രമാകിയാൽ ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖവും യശസ്സും വർദ്ധിക്കുക. ഹൃദ്രോഗത്തെയും ആജന്യമായ രോഗത്തെയും പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളേണ്ടതാണ്. ഔഷധ സേവ ചെയ്തുകൊള്ളണം. കൃത്യമായ ചികിത്സ ലഭിച്ചെങ്കിൽ അപകടമായ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായി ശ്രീകൃഷ്ണസ്വാമിക്ക് ത്രിമധുരം, തൃക്കൈവെണ്ണ, ശ്രീരാമസ്വാമിക്ക് അവൽ നിവേദ്യം എന്നിവ ഇതിന് പരിഹാരമായി ചെയ്ത് ഈശ്വര സേവ നടത്തിക്കൊള്ളേണ്ടതാണ്. ഇനി അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം രാശ്യാധിപൻ വ്യാഴവും നക്ഷത്രാധിപൻ ശനിയുമായ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഹിതവും മിതവുമായ ഭാഷയിൽ സംസാരിച്ച് മറ്റുള്ളവരെ വശംവദരാക്കാൻ കഴിവുള്ളവരാണ്. മരണം വരെ ഭാഗ്യമായ ജീവിതം നയിക്കുന്നവരും ആർക്കും ഇവരോട് മുഷിപ്പ് അല്ലെങ്കിൽ പിണക്കമോ തോന്നാത്ത രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരും മാതാപിതാക്കളോട് വളരെ ഭക്തിയുള്ളവരും ആയിരിക്കും. പിതാവിൽ നിന്നുള്ള ധനം ലഭിക്കുവാനും ഗൃഹലാഭവും സിദ്ധിക്കാൻ യോഗമുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ പ്രശംസനീയമായിട്ട് ശോഭിക്കുന്നവരായിരിക്കും. അവരുടെ ദാമ്പത്യം പൊതുവിൽ സന്തോഷപ്രദവും ഭാഗ്യപ്രദവും ആയിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ളതായ സുഖം ലഭിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീജനങ്ങൾ മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളെയും വിശേഷിച്ച് ഉത്തമ കുടുംബിനിയും ധർമ്മപത്നിയും ആയിരിക്കും. ഔദ്യോഗിക ജീവിതത്തിലും ഇതിലേറെ പേരും ശോഭിക്കുന്നവരുമായിരിക്കും. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൽ അനുകമ്പ, നിസ്സാര കാര്യങ്ങൾക്ക് പരിഭവിക്കുക, പൊതുവിജ്ഞാനം, ലോകകാര്യങ്ങൾ ശ്രദ്ധയും അറിവും, പിതൃഭക്തി, വിദേശത്ത് ഭാഗ്യം, ഉത്സാഹം, ഉദ്യോഗത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന സ്ഥാന കയറ്റം, ഇതെല്ലാം ഈ നാളുകാരുടെ പൊതുഫലങ്ങളാണ്. വിഷുഫലം നോക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ചാരവശാൽ ഏഴശനിയും 3 വ്യാഴവും ആകിയാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ചതിവുകൾക്കും ഒടിവുകൾക്കും വീഴ്ചകൾക്കും സാധ്യതയുള്ളതിനാൽ വാഹനയാത്രയും ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ആണ്. അതോടൊപ്പം തന്നെ കൊടുക്കൽ വാങ്ങൽ വളരെ ശ്രദ്ധിക്കണം. ജാമ്യം നിൽക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ദൂരയാത്രകളും അസമയങ്ങളിലെ യാത്രകളും ഒഴിവാക്കുകയും വേണ്ടതാണ്. പരിഹാരമായി ശനിദേവന് നീരാഞ്ജനം, ശാസ്താക്ഷേത്ര ദർശനം, വെള്ളുപായസം, വിളക്ക്, മാല മുതലായവ നടത്തി പ്രാർത്ഥിച്ചു കൊള്ളേണ്ടതാണ്. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും നന്നായിരിക്കും. രേവതി നക്ഷത്രമാണ് അടുത്തത്. അവസാനത്തെ നക്ഷത്രമാണ്. രാശ്യാധിപൻ വ്യാഴവും നക്ഷത്രാധിപൻ ബുധനുമായ രേവതി നക്ഷത്രക്കാർ പൊതുവെ ഇഷ്ടമുള്ളവരെയും തന്നോട് സഹകരിക്കുന്നവരെയും എപ്പോഴും സുഹൃത്ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരും ആയിരിക്കും. ആരോടും ഹിതകരമായി സംസാരിക്കുന്നവരാകും. ധനവും ബുദ്ധിയും ഉള്ളവരായിരിക്കും.
റിസർച്ച് ചെയ്യുന്നവരാണെങ്കിൽ PhD വരെ എടുക്കാൻ സാധ്യതയുള്ളവരാണ്. നല്ല ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായിരിക്കും. ഭാര്യാസുഖം കുറഞ്ഞവരായും പൊതുവിൽ കാണപ്പെടുന്നുണ്ട്. ഇവർക്ക് ആരോടും നിർവ്യാജമായ സ്നേഹം ഉണ്ടായിരിക്കത്തില്ല. സ്നേഹപ്രകടനം ഒരു പ്രഹസനമായിരിക്കും. ബാല്യകാലത്തെ ബുദ്ധിമുട്ടുകൾ മറികടന്ന് യൗവനത്തിൽ സുഖം അനുഭവിക്കുന്നു. നല്ല ഉദ്യോഗം സിദ്ധിക്കാൻ യോഗമുള്ളവരാണ്. നല്ല ഇൻ്റലിജൻ്റ് ആയിരിക്കും. IQ നന്നായിട്ടുള്ളവരാണ്. ഇവർക്ക് സാമ്പത്തികമായ പുരോഗതി ഉള്ളവരായിരിക്കും. പാരമ്പര്യമായിട്ട് സമ്പത്ത് ലഭിക്കുന്നവരും ആയിരിക്കും. 43 വയസ്സിന് ശേഷം ചന്ദ്രദശയിലായിരിക്കും ഇവർക്ക് സന്ദർഭോചിതമായ ബുദ്ധി അന്യരാൽ ആദരിക്കപ്പെടാനുള്ള അവസ്ഥയും വന്നുകൂടും. പെട്ടെന്നുള്ള ക്ഷോഭം, ബന്ധുക്കളുമായ ശത്രുത, ആരെയും വിശ്വസിക്കാതിരിക്കുക, ഗവേഷണ താൽപ്പര്യം, പാണ്ഡിത്യം, ഈശ്വരഭക്തി, വൈദ്യം, ജ്യോതിഷം മുതലായവയിൽ താൽപ്പര്യം, വിദേശവാസം, സ്ത്രീവിധേയത്വം ഇവയെല്ലാം പൊതുവെയുള്ള ഫലങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ പൊതുവെ സുന്ദരികളും സ്വഭാവ ഗുണവും ഉള്ളവരും ആയിരിക്കും. വിവാഹ ജീവിതം ഇവർക്ക് നല്ല തൃപ്തികരമായിരിക്കില്ല. ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളോടാണ് ഇവർക്ക് അധികം താല്പര്യം ഉണ്ടാവുക. വിഷുഫലം നോക്കുമ്പോൾ അന്ത്യഷക്ക നക്ഷത്രമാകിയാൽ രാഷ്ട്രീയ സാമുദായിക നേതൃത്വത്തിലുള്ളവർക്ക് ഗുണഫലവും ഷെയർ മാർക്കറ്റിലുള്ളവർക്ക് നഷ്ടം വരാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. തൊഴിൽ പ്രതീക്ഷയുള്ളവർക്ക് ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധിക്കും. മീനക്കൂറാകിയാൽ ലഗ്നത്തിലെ രാഹുവും 3-ലെ വ്യാഴവും 7 ശനിയും അത്ര നല്ലതല്ല. നല്ലതാണെന്ന് കരുതുന്ന കർമ്മങ്ങൾ ദോഷമായി പരിണമിച്ചേക്കാവുന്ന സാഹചര്യം സംജാതമാകും. വിപരീതമായ ഫലങ്ങൾ ചെയ്തേക്കാം. പരിഹാരമായി നവഗ്രഹങ്ങൾ ബുധന് വഴിപാടും ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസവും നെയ്വിളക്കും തുളസിമാലയും നടത്തി പ്രാർത്ഥിച്ചു കൊണ്ടാൽ ഇവരുടെ ദുരിതങ്ങൾക്ക് സമാധാനമാകും എന്ന് കാണുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാൻ ഇതുവരെ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ 1199 ആണ്ട് വിഷുഫലത്തെ പ്രതിനിധാനം ചെയ്തുള്ളതായ ഗ്രഹങ്ങളുടെ ഗതിവിഗതികളെയും അതിൻ്റെ ആശ്രയഫലവും അതിൻ്റെ ചാരവശാലുള്ള ഫലങ്ങളും കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം. എന്നാലും പൊതുവായിട്ടുള്ള ഫലമാണ് പ്രതിപാദിക്കപ്പെട്ടത്. അതിൽ നിങ്ങൾ ഞാൻ നിർദ്ദേശിക്കപ്പെട്ടതായിരിക്കുന്ന പരിഹാരങ്ങൾ നിങ്ങൾ വേണ്ടവണ്ണം ചെയ്തുകൊണ്ടാൽ നിങ്ങളുടെ ദുരിതാനുഭവങ്ങൾ മാറി എല്ലാവർക്കും ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാകും എന്നുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി ഇതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് അപേക്ഷിക്കുന്നതോടുകൂടി എൻ്റെ ഈ ഇത് ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.